Meet the editors. ഹലോ, ഗുഡ് ഈവനിംഗ്. പ്രതിദിന വാർത്താ വിശകലന പരിപാടി മീറ്റ് ദി എഡിറ്റേഴ്സ് ആരംഭിക്കുന്നു. എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. രാജ്യം ഉറ്റുനോക്കിയ ദില്ലി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തകർപ്പൻ വിജയം നേടി BJP അധികാരത്തിലേക്ക്. 27 വർഷങ്ങൾക്ക് ശേഷമാണ് രാജ്യ തലസ്ഥാനത്ത് BJP അധികാരത്തിലേക്ക് തിരിച്ചെത്തുന്നത്. 70 അംഗ നിയമസഭയിലെ 48 സീറ്റുകളിലും BJP ജയമുറപ്പിച്ചപ്പോൾ ആം ആദ്മിയുടെ നേട്ടം 22-ലൊതുങ്ങി. കോൺഗ്രസ് ഇത്തവണയും സംപൂജ്യരായി. ആം ആദ്മി പാർട്ടിയെ തോൽപ്പിച്ചത് അനൈക്യമാണോ എന്നാണ് ഇപ്പോൾ ആ രീതിയിലുള്ള ഒരു നെറേറ്റീവ് ഇടതുപക്ഷ കേന്ദ്രങ്ങളിൽ നിന്ന് വരുന്നുണ്ട്. ഒരു പരിധിവരെ ആം ആദ്മി പാർട്ടി കേന്ദ്രങ്ങളിൽ നിന്ന് വരുന്നുണ്ട്. അനൈക്യമാണ് തോൽപ്പിച്ചത് കണക്ക് വെച്ചാണ് പറയുന്നത്. കാരണം ഒരു 2.1% വർധനവ് കോൺഗ്രസിനുണ്ടായിട്ടുണ്ട്. BJP പരാജയപ്പെട്ടത്, ആം ആദ്മി പാർട്ടി BJPയുമായി പരാജയപ്പെട്ടിരിക്കുന്നത് 2.21% വ്യത്യാസമാണ് ആം ആദ്മി പാർട്ടിയും BJPയും തമ്മിലുള്ളത്. അപ്പോൾ ഈ വ്യത്യാസം വെച്ചുകൊണ്ടാണ് പരാജയം അനൈക്യമാണ് എന്ന് വിവരിക്കുന്നത്. അനൈക്യമാണോ കാരണം? ഞാൻ അങ്ങനെ വിചാരിക്കുന്നില്ല. ആം ആദ്മി പാർട്ടി സ്വന്തം നിലയ്ക്ക് തോറ്റ ഒരു തെരഞ്ഞെടുപ്പ് എന്ന നിലയ്ക്ക് തന്നെയാണ് ഞാൻ ഇതിനെ വിലയിരുത്തുന്നത്. BJP വലിയ രീതിയിൽ ആം ആദ്മി പാർട്ടിയുടെ വോട്ടിലേക്ക് കടന്നു കയറുകയും അത് പിടിച്ചെടുക്കുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് BJPക്ക് ഒരു നല്ല വിക്ടറി ഇപ്രാവശ്യം ഉണ്ടായത് എന്നും ഞാൻ വിലയിരുത്തുന്നു. ഒന്നാമത്, ഈ തെരഞ്ഞെടുപ്പിൻ്റെ തുടക്കത്തിൽ ഞാൻ വിലയിരുത്തിയിട്ടുള്ളത്, ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്, ഒരു തിൻ മെജോറിറ്റിയിലാണെങ്കിൽ കൂടിയും ആം ആദ്മി പാർട്ടിക്ക് അധികാരത്തിൽ വരാൻ കഴിയും എന്ന് തന്നെയാണ്. അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണം, നേരിയ ഭൂരിപക്ഷത്തിൽ ആം ആദ്മി പാർട്ടിക്ക് വിജയിച്ചു വരാനുള്ളൊരു സാധ്യത യഥാർത്ഥത്തിൽ കണക്കുപരമായിട്ടുണ്ട്, അരിത്മെറ്റിക്കലി ഉണ്ട്. അതിൻ്റെ കാര്യം, 2020 നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് 15% വോട്ടിൻ്റെ വ്യത്യാസത്തിലാണ് ആം ആദ്മി പാർട്ടി അധികാരത്തിൽ വന്നത്. അതുമാത്രവുമല്ലല്ലോ, സീറ്റിൻ്റെ വ്യത്യാസം നോക്കൂ. 8 സീറ്റ് മാത്രമാണ് BJPക്ക് ഉണ്ടായിരുന്നത്. BJPക്ക് അധികാരത്തിൽ വരണമെങ്കിൽ എത്ര സീറ്റ് വേണം? 36 സീറ്റ് വേണം. അപ്പോൾ 28 സീറ്റുകൾ BJP വർദ്ധിപ്പിക്കണം. പ്ലസ് 15% വ്യത്യാസം എന്ന് പറയുമ്പോൾ അതിൻ്റെ ഒരു 50% മതി, ഒരു 8% വോട്ട് വർദ്ധിപ്പിക്കണം. അപ്പോൾ ഈ 8% വോട്ട് വർദ്ധിപ്പിക്കുക, 28 സീറ്റുകൾ അധികമായി നേടുക, ഇത് ഒരു തിരഞ്ഞെടുപ്പിൽ അത്ര എളുപ്പത്തിൽ സംഭവിക്കാവുന്ന ഒരു കാര്യമല്ല. അതുകൊണ്ട് ആ രീതിയിൽ അരിത്മെറ്റിക്കലി ആം ആദ്മി പാർട്ടിക്ക് ഒരു എഡ്ജുണ്ട് എന്നുള്ളതാണ് ആദ്യമായിട്ട് ഞാൻ വിലയിരുത്തിയിട്ടുള്ളത്. നമുക്കറിയാമല്ലോ, ഇപ്പോൾ 2004 BJP ഇന്ത്യ ഷൈനിങ് എന്ന് പറയുന്നൊരു ക്യാമ്പയിനുമായിട്ടാണ് വാജ്പേയിയുടെ നേതൃത്വത്തിൽ, അദ്വാനിയുടെ നേതൃത്വത്തിൽ ദേശീയ തെരഞ്ഞെടുപ്പിനെ നേരിട്ടത്. 1998 മുതൽ 2004 വരെ BJP രാജ്യം ഭരിക്കുന്ന സമയത്ത് വിസിബിളേ ആയിരുന്നില്ല കോൺഗ്രസ് എന്ന് പറയുന്നത്. 2004 ഈസി വിക്ടറിയാണ് പിന്നെ വാജ്പേയിക്കും പിന്നെ NDAയ്ക്കും അന്ന് പിന്നെ ഈ പറയുന്ന പോൾ പ്രെഡിക്റ്റേഴ്സ്, മാധ്യമ നിരീക്ഷകരൊക്കെ പ്രഖ്യാപിച്ചിരുന്നത്. കാരണം കോൺഗ്രസ് വിസിബിൾ ആയിരുന്നില്ല. പക്ഷേ എന്താ സംഭവിച്ചത്? 2004 ഏറ്റവും വലിയ ഒറ്റകക്ഷിയായിട്ട്, ഏറ്റവും വലിയ ഒന്നാമത്തെ പാർട്ടിയായിട്ട് കോൺഗ്രസ് വരികയാണ് ചെയ്തത്. കാരണം എന്താ? അതിനകത്തൊരു ആർക്കും വിസിബിൾ അല്ലാത്തൊരു അണ്ടർ കറൻറ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ അത്തരത്തിലുള്ള അണ്ടർ കറൻറ്റ് ഉണ്ട് എങ്കിൽ ഇത്തരത്തിലുള്ള വലിയ വിക്ടറികൾ സംഭവിക്കും, വലിയ അട്ടിമറികൾ സംഭവിക്കും. അതാണ് യഥാർത്ഥത്തിൽ ഇപ്പോൾ ഡൽഹിയിൽ സംഭവിച്ചിരിക്കുന്നത്. ഞാൻ വിചാരിക്കുന്നത്, തുടക്കം മുതൽ തന്നെ ഈ ആം ആദ്മി പാർട്ടി 2025 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഒരു വീക്ക് വിക്കറ്റിലാണ് കളിച്ചിട്ടുള്ളത്. ഒരു കാര്യം പോലും ആം ആദ്മി പാർട്ടിക്ക് ഗുണകരമാകുന്നൊരു സാഹചര്യം ഡൽഹി ഇലക്ഷനിൽ യഥാർത്ഥത്തിൽ ഉണ്ടായിരുന്നില്ല. ഒരൊറ്റ ഘടകം മാത്രമേ യഥാർത്ഥത്തിൽ ആം ആദ്മി പാർട്ടിക്ക് ഒരു അസറ്റായിട്ടുണ്ടായിരുന്നുള്ളൂ. അത് അരവിന്ദ് കെജ്രിവാൾ എന്ന് പറയുന്നൊരു നേതാവാണ്. അരവിന്ദ് കെജ്രിവാൾ ഡെഫിനറ്റ്ലി ഒരു വോട്ട് വിന്നറാണ്. ഇപ്പോൾ 2015 അതിന് മുമ്പ് 2013 2015 2020 അരവിന്ദ് കെജ്രിവാൾ ഒറ്റയ്ക്ക് നേടുന്ന വിജയമാണ് ഈ ആം ആദ്മി പാർട്ടിയുടെ വിജയം എന്ന് പറയുന്നത്. ഒരു വമ്പിച്ച വിക്ടറിയാണല്ലോ. 2015 67 സീറ്റാണ്, 70 സീറ്റുകളിൽ പിന്നെ ആം ആദ്മി പാർട്ടി പിടിക്കുന്നത് ഒറ്റയാളുടെ നേതൃത്വത്തിൽ. 2020 അതുപോലെ തന്നെ ആം ആദ്മി പാർട്ടിക്ക് പെർഫോം ചെയ്യാൻ കഴിഞ്ഞത് അരവിന്ദ് കെജ്രിവാൾ എന്ന് പറയുന്നൊരു നേതാവിനെ മുന്നിൽ നിർത്തിയതുകൊണ്ടാണ്. അവിടെ മാത്രം അത് അവസാനിച്ചില്ല. ഇപ്പോൾ പഞ്ചാബിൽ എങ്ങനെയാണ് യഥാർത്ഥത്തിൽ വലിയ വിജയം നേടിയത്? അരവിന്ദ് കെജ്രിവാളാണ്. അരവിന്ദ് കെജ്രിവാൾ ഒരു വോട്ട് വിന്നറാണ്. കാരണം അവിടെ ഭഗവന്ത് സിംഗ് മാൻ എന്ന് പറയുന്നൊരു നേതാവ് പിന്നീട് ഡെവലപ്പ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അരവിന്ദ് കെജ്രിവാളിനെ മുന്നിൽ നിർത്തിയാണ് ആം ആദ്മി പാർട്ടി പഞ്ചാബിൽ മത്സരിക്കുന്നത്, ഡൽഹി മോഡൽ. അതേപോലെ തന്നെ ഗുജറാത്തിൽ എങ്ങനെയാണ് അരവിന്ദ് കെജ്രിവാൾ ഇൻട്രോഡ് ഉണ്ടാക്കിയത്? 13% വോട്ടുണ്ട് ഗുജറാത്ത് നിയമസഭയിൽ, 5 MLA-മാരുണ്ട്, ചെറിയ കാര്യമല്ല. ഇതുപോലെ തന്നെ അപ്പം ഒരു കഴിഞ്ഞ തവണത്തെ ഇപ്പോൾ ഈ 2024 പിന്നെ തെരഞ്ഞെടുപ്പ്, നമ്മൾ ലോക്സഭാ തെരഞ്ഞെടുപ്പ് നോക്കുകയാണെങ്കിൽ രാഹുൽ ഗാന്ധിയുടെ അതേ തലപ്പൊക്കത്തിൽ ഉയർത്തിക്കാട്ടപ്പെട്ട നേതാവാണ് അരവിന്ദ് കെജ്രിവാൾ. അരവിന്ദ് കെജ്രിവാൾ ഇന്ത്യ മുന്നണിയിലേക്ക് വരുമോ ഇല്ലയോ എന്നുള്ളത് വലിയൊരു ഡിസ്കഷനായിരുന്നു. ആ അർത്ഥത്തിലൊക്കെ ഒരു വോട്ട് വിന്നർ എന്നുള്ള നിലയ്ക്ക് അരവിന്ദ് കെജ്രിവാളിൻ്റെ ഒരു ഇമേജ് ഉണ്ട്. അപ്പോൾ അത് മാത്രമായിരുന്നു ഈ തെരഞ്ഞെടുപ്പിൽ യഥാർത്ഥത്തിൽ ആം ആദ്മി പാർട്ടിയുടെ ഒരു അസറ്റ് ഈ ഡൽഹി തെരഞ്ഞെടുപ്പിൽ. എന്നാൽ എത്രത്തോളം നെഗറ്റീവായ ഘടകങ്ങളുണ്ട്. ഒന്ന്, നമുക്കറിയുന്ന പോലെ 10 വർഷം അടുപ്പിച്ച് ഭരിക്കുന്ന ഒരു സർക്കാരിനോടുള്ള ഫെറ്റീഗുണ്ട്, ഒരു ബോർഡമുണ്ട്, അതുപോലെ തന്നെ ഒരു ആൻറ്റി ഇൻകംബൻസിയും ഉണ്ട്. അതുകൂടാതെ എന്താ സംഭവിച്ചത്? ഏത് പ്ലാങ്കിലാണ് അരവിന്ദ് കെജ്രിവാൾ ജനങ്ങളുടെ മനസ്സിലേക്ക് കടന്നു കയറിയത്? ആൻറ്റി കറപ്ഷൻ ഇമേജാണ്, അല്ലേ? ആൻറ്റി
കറപ്ഷൻ മൂവ്മെന്റിന്റെ ഭാഗമായി രൂപപ്പെട്ടു വന്ന പാർട്ടിയാണ് ആം ആദ്മി പാർട്ടി. അതിന്റെ നേതാവെന്ന നിലയ്ക്ക് ഒരു കറപ്ഷൻ ഫ്രീ സൊസൈറ്റി ഉണ്ടാക്കുമെന്ന് പ്രഖ്യാപിച്ചുകൊണ്ടാണ് കെജ്രിവാൾ തെരഞ്ഞെടുപ്പിനെ നേരിട്ടത്. എന്താ സംഭവിച്ചത്? 2025 ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് പോകുമ്പോൾ അരവിന്ദ് കെജ്രിവാളിനെതിരെ, മനീഷ് സിസോദിയക്കെതിരെ, സത്യേന്ദ്ര ജെയിനെതിരെ ഒക്കെ തന്നെ ഏറ്റവും വലിയ കറപ്ഷൻ ചാർജ് ഉണ്ടായി എന്നുള്ളതാണ്. അവരെല്ലാം ജയിലിൽ കിടന്നു എന്നുള്ളതാണ്. അതായത് കറപ്ഷനെതിരായിട്ട് നിലപാടെടുത്തൊരു പാർട്ടിയുടെ പ്രധാനപ്പെട്ട നേതാക്കൾ ഈ തെരഞ്ഞെടുപ്പിനെ നേരിട്ടത് ടൈൻറ്റഡ് ആയിട്ടാണ്. അവരൊക്കെ ജയിലിൽ നിന്ന് ഇറങ്ങി വന്ന് മത്സരിക്കുന്ന ഒരു സാഹചര്യമാണ്. ചെറിയൊരു എന്താ പറയുക സംശയമല്ല അത് വോട്ടർമാർക്കിടയിൽ ഉണ്ടാക്കിയിട്ടുള്ളത്. അതിൻ്റെ കൂടെയാണ് ഈ പറയുന്ന ശീഷ് മഹൽ എന്ന് പറയുന്ന കാര്യം കൂടി വരുന്നത്. എന്താണ് ശീഷ് മഹൽ? വലിയ കൊട്ടാരത്തിലാണ് ഇയാൾ താമസിക്കുന്നത്. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താ പറയുക, അരവിന്ദ് കെജ്രിവാൾ ഡൽഹിയിൽ ഒരു സാമൂഹ്യ പ്രവർത്തകനാണ്. ബേസിക്കലി ഈസ് എ സോഷ്യൽ വർക്കർ, ഈസ് നോട്ട് എ പൊളിറ്റീഷ്യൻ. അങ്ങനെ ഒരു രാഷ്ട്രീയ നേതാവായിട്ടല്ല അരവിന്ദ് കെജ്രിവാൾ ഡൽഹിയിൽ അദ്ദേഹത്തെ അവതരിപ്പിച്ചത്. അദ്ദേഹം അവിടുത്തെ എന്താ പറയുക ജുഗിയിലും ചോപ്പടികളിലും ഒക്കെ നടന്ന് ചേരി പ്രദേശത്തെ ആളുകളെ സംഘടിപ്പിച്ച് അവർക്ക് ആധാർ കാർഡ് ഉണ്ടാക്കി കൊടുത്ത്, റേഷൻ കാർഡ് ഉണ്ടാക്കി കൊടുത്ത്, വൈദ്യുതി കണക്ഷൻ ഉണ്ടാക്കി കൊടുത്തൊക്കെ അവരുടെ കൂട്ടത്തിൽ നിന്ന് പ്രവർത്തിക്കുന്ന ഒരു മഫ്ലർ ചുറ്റി ഇടയ്ക്കിടയ്ക്ക് ചുമച്ച് നടക്കുന്ന ഒരു സാധാരണക്കാരനായിട്ടാണ് അരവിന്ദ് കെജ്രിവാളിനെ അവർ കണ്ടിട്ടുള്ളത്. പക്ഷേ അരവിന്ദ് കെജ്രിവാൾ ഘട്ടം ഘട്ടമായിട്ട് എങ്ങനെയാണ് അദ്ദേഹത്തെ മാറ്റി തീർത്തത്? അദ്ദേഹം ഇപ്പോൾ പറയുന്നതെന്ന് പറയുമ്പോൾ മോർ ഓഫ് എ പൊളിറ്റീഷ്യൻ ദാൻ എ സോഷ്യൽ വർക്കർ എന്നുള്ളതാണ്. ഒരു പൊളിറ്റീഷ്യനായിട്ട് അരവിന്ദ് കെജ്രിവാൾ മാറുകയാണ്. അങ്ങനെ മാറുമ്പോൾ അത് ഡൽഹിയിലെ സാധാരണക്കാർക്ക് അക്സെപ്റ്റ് ചെയ്യാൻ കഴിയുന്നില്ല എന്ന് മാത്രവുമല്ല, ഡൽഹിയിലെ പല ആളുകൾക്കും പല വിഭാഗങ്ങൾക്കും ആക്സസിബിൾ അല്ലാതായിത്തീരുന്നു അരവിന്ദ് കെജ്രിവാൾ എന്നൊരു പ്രശ്നവും കൂടി ഉണ്ടാകുന്നു. അപ്പോൾ എന്ത് പറ്റും അറിയാമോ? ഈ ശീഷ് മഹൽ കൃത്യമായിട്ട് വർക്ക് ചെയ്യും. എങ്ങനെ? വലിയ കൊട്ടാരത്തിൽ താമസിക്കുന്ന ആളായിട്ട് മാറി. അധികാരത്തിൽ വന്നപ്പോൾ അരവിന്ദ് കെജ്രിവാൾ മൊത്തത്തിൽ മാറി. ഈ ഒരു ഇമേജ് മാറിയിട്ടുണ്ട് അരവിന്ദ് കെജ്രിവാൾ. അരവിന്ദ് കെജ്രിവാളിൻ്റെ തോൽവി ന്യൂഡൽഹിയിൽ ചെറിയ കാര്യമല്ല. അരവിന്ദ് കെജ്രിവാൾ തന്നെ തോക്കുന്നു എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇനി മറ്റൊരു കാര്യം, ഈ പറയുന്ന അരവിന്ദ് കെജ്രിവാളിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാർഡ് എന്തായിരുന്നു? ട്രംപ് കാർഡ് എന്ന് പറയുന്നത് നിശ്ചയമായിട്ടും സോഷ്യൽ വെൽഫെയർ സ്കീംസ് ആണ് അല്ലേ? സോഷ്യൽ വെൽഫെയർ സ്കീംസ് വലിയ രീതിയിൽ പ്രഖ്യാപിച്ചുകൊണ്ടും അത് നടപ്പാക്കിക്കൊണ്ടും ഒരു ഇമേജ് ഉണ്ടാക്കിയിട്ടുണ്ട് അരവിന്ദ് കെജ്രിവാൾ. പക്ഷേ പ്രശ്നം എന്താ? സോഷ്യൽ വെൽഫെയർ സ്കീമൊക്കെ ഉണ്ടായി. അതായത് ഇപ്പോൾ മൊഹല്ല ക്ലിനിക്കുകളുണ്ടായി, അങ്ങനെ ചികിത്സ ചെറിയ തുകയ്ക്കോ അല്ലെങ്കിൽ ഫ്രീ ആയിട്ടോ കിട്ടി, നല്ല സ്കൂളുകളുണ്ടായി, നല്ല വിദ്യാഭ്യാസം ഉണ്ടായി, ഒരു സംശയമില്ല, ഫ്രീ ട്രാൻസ്പോർട്ടേഷൻ ഫോർ വിമൻ, ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹം ചെയ്തിട്ടുണ്ട്. പക്ഷേ ഈ പറയുന്ന ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്നത് ഡൽഹിയുടെ ഒരു ആവശ്യമായിരുന്നു. അവിടെയാണ് വലിയൊരു വീഴ്ച വന്നിരിക്കുന്നത്. ഇപ്പോൾ വായു മലിനീകരണം ഒരു വലിയ പ്രശ്നമാണ്. അക്കാര്യത്തിലൊരു കാര്യവും ചെയ്യാനായിട്ട് അരവിന്ദ് കെജ്രിവാളിന് കഴിഞ്ഞില്ല. ജലമലിനീകരണം ഒരു പ്രശ്നമാണ്, ശുദ്ധവെള്ളം കൊടുക്കാൻ കഴിഞ്ഞില്ല. മാലിന്യ നിർമ്മാർജ്ജനം ഒരു വലിയ പ്രശ്നമാണ്, അത് ചെയ്യാൻ കഴിഞ്ഞില്ല. ഗതാഗതം, ഈ പറയുന്ന തകർന്ന റോഡുകൾ നന്നാക്കാൻ കഴിഞ്ഞില്ല. ഇതൊക്കെ എന്താ പറയുക, നിങ്ങൾക്ക് ഈ സോഷ്യൽ വെൽഫെയർ സ്കീമിലൂടെ കിട്ടുന്ന സൗകര്യങ്ങൾക്കപ്പുറത്തേക്ക് പിന്നെ ഒരു എക്കണോമിക് ലാഡർ ഉണ്ടല്ലോ, അതിലൂടെ നിങ്ങൾ മുകളിലോട്ട് കയറുകയാണ്. മുകളിലോട്ട് കയറുമ്പോൾ നിങ്ങളുടെ ആവശ്യങ്ങൾ മാറും. ആ ആവശ്യങ്ങൾ മാറിയപ്പോൾ ആ ആവശ്യങ്ങളെ അഭിസംബോധന ചെയ്യാൻ അരവിന്ദ് കെജ്രിവാളിന് കഴിയാതെ പോയി. അതിന് അദ്ദേഹം പറഞ്ഞൊരു കാര്യം എന്താ അറിയോ? ലെഫ്റ്റനന്റ് ഗവർണർ എന്നെ ഭരിക്കാൻ അനുവദിക്കുന്നില്ല എന്നുള്ളതാണ്. ഏറ്റവും പ്രധാനപ്പെട്ട വാദവുമായിട്ട് അദ്ദേഹം വെച്ചത് LG വേഴ്സസ് ഗവൺമെൻറ് എന്നുള്ളതാണ്. ലെഫ്റ്റനന്റ് ഗവർണർ എപ്പോഴും ഞാൻ പറയുന്ന കാര്യങ്ങളിലൊക്കെ എതിർത്തുകൊണ്ടിരിക്കുന്നു. അതൊരു നെഗറ്റീവായ ഇമ്പാക്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ടെന്ന് തന്നെയാണ് നിരീക്ഷകർ പറയുന്നത്. കാരണം അറിയാമോ, ഈ പറയുന്ന ലെഫ്റ്റനന്റ് ഗവർണറും ഈ അരവിന്ദ് കെജ്രിവാളും തമ്മിൽ ഫൈറ്റ് നടക്കുന്നുണ്ട് എങ്കിൽ പിന്നെ ലെഫ്റ്റനന്റ് ഗവർണറെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു സർക്കാർ അവിടെ ഉണ്ടായാൽ പോരെ എന്നൊരു ആലോചന വന്നു. അങ്ങനെ ഇടത്തരക്കാർ, മധ്യവർഗം എന്ന് പറയുന്ന ആളുകൾ BJPയോട് കൂടുതൽ അടുക്കുന്നു. മറ്റൊരു കാര്യം കൂടി, ഒരു അബദ്ധം കൂടി പിന്നെ അരവിന്ദ് കെജ്രിവാളിന് പറ്റിയിട്ടുണ്ട്. എന്താ അറിയോ, നിങ്ങൾ എനിക്ക് MCD തരൂ, ഞാൻ അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ചെയ്യാമെന്ന് കൊടുത്തു. MCD കൊടുത്തപ്പോഴും പെർഫോം ചെയ്തില്ല. അപ്പോൾ എന്താ പറ്റിയെന്ന് വെച്ചാൽ ആ രീതിയിലൊക്കെ വലിയ തിരിച്ചടി യഥാർത്ഥത്തിൽ ഈ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹത്തിനുണ്ടായി എന്നുള്ളതാണ്. അതേപോലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമായിരുന്നു ഈ തെരഞ്ഞെടുപ്പിൽ സ്വയം വരുത്തി വെച്ചൊരു വിനയാണ് ഈ യമുന നദിയുടെ മലിനീകരണം എന്ന് പറയുന്നത്. അതിനകത്ത് വിഷം കലക്കി എന്ന് പറഞ്ഞത്, ആ വിഷം കലക്കി എന്ന് പറഞ്ഞത് നമുക്കറിയുന്നത് പോലെ ഹരിയാന ഡൽഹി ബോർഡർ ചെയ്യുന്ന സ്റ്റേറ്റാണ്. അവിടെ നിന്നൊരു നല്ല വിഭാഗം ആളുകൾ ഡൽഹിയിലെ വോട്ടിംഗ് പോപ്പുലേഷനിലുണ്ട്. ആ വിഭാഗങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കണം, ജാട്ട് വിഭാഗങ്ങൾക്ക് പിന്നെ സ്വാധീനമുള്ള എല്ലാ മണ്ഡലങ്ങളിലും തോറ്റു ആം ആദ്മി പാർട്ടി. കാരണം എന്താ, ഹരിയാന എതിർവികാരമായിട്ട് അദ്ദേഹം അത് കൊണ്ടുവന്നു എന്നുള്ളതാണ്. അപ്പോൾ ഈ രീതിയിലൊക്കെ വളരെ തിരിച്ചടി നേരിട്ട ഒരു തെരഞ്ഞെടുപ്പാണ് എന്ന് സംശയമില്ല. പക്ഷേ അപ്പോഴും ആം ആദ്മി പാർട്ടി പെർഫോം ചെയ്തിട്ടില്ല എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. അപ്പോൾ നേരത്തെ അരുൺ സൂചിപ്പിച്ചതുപോലെ 2% വ്യത്യാസത്തിലാണ് ആം ആദ്മി പാർട്ടി ഫിനിഷ് ചെയ്തിരിക്കുന്നത്. 2.21. ശരി, നമുക്കിപ്പോൾ നോക്കുകയെ അങ്ങനെ വരുമ്പോൾ നമുക്ക് ഈ പറയുന്ന പിന്നെ കഴിഞ്ഞ തവണ 62 സീറ്റ് ഉണ്ടായിരുന്ന ആം ആദ്മി പാർട്ടി 22 സീറ്റിലേക്ക് ചുരുങ്ങി എന്നുള്ളത് ശരിയാണ്. പക്ഷേ അപ്പോൾ പോലും അവരുടെ വോട്ട് പെർസെൻറ്റേജ് എത്രയാണ്? BJP ആയിട്ട് കമ്പയർ ചെയ്യുമ്പോഴത്തേക്കും 2.4% വ്യത്യാസം മാത്രമാണ്. അതൊരു ചെറിയ നേട്ടമല്ല ആം ആദ്മി പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം. 10 വർഷത്തെ ആൻറ്റി ഇൻകംബന്റ് ഗവൺമെൻറ് ഈ പറയുന്ന ഒരു 2%, 2.5% പിന്നെ ചെറിയ വ്യത്യാസത്തിൽ ഫിനിഷ് ചെയ്യുന്നു എന്ന് പറയുന്നത് ഒരു നല്ല വിക്ടറി തന്നെയാണ്. നമുക്കൊരു കൗതുകരമായ ഡേറ്റ ഞാൻ പറയാം. ഇത് ഹരിയാന തെരഞ്ഞെടുപ്പിൽ 39.94 ഈ പറയുന്ന BJPക്ക് കിട്ടിയത്. 39.94, 39.39 കോൺഗ്രസിന് കിട്ടിയത്. എത്ര വ്യത്യാസം എന്നറിയാമോ? 0.6%. സീറ്റ് എത്രയാണ് മാറിയത്? 11 സീറ്റ് മാറി. ഇവിടെ 0.6%-നകത്ത് 11 സീറ്റ് ഹരിയാനയിൽ മാറുമ്പം 2.25% ഇവിടെ
അവിടെ മാറുന്ന എത്രയാണ്? 26 സീറ്റുകൾ മാറുകയാണ്. അത് ഈ രണ്ട് സംസ്ഥാനങ്ങളുടെയും കൗതുകകരമായൊരു കണക്കാണ്. എനിവേ നന്നായിട്ട് പെർഫോം ചെയ്തു എന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. ആ അർത്ഥത്തിൽ ആം ആദ്മി പാർട്ടി ഇവിടുത്തെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നോക്കൂ, ഇപ്പം എങ്ങനെയാണ് ഇതിനകത്ത് വീഴ്ച വന്നതെന്നൂടി പറഞ്ഞുകൊണ്ട് ഞാനിത് അവസാനിപ്പിക്കാം. എവിടെയാണ് അരവിന്ദ് കെജ്രിവാളിന് ഏതൊക്കെ വോട്ട് ബാങ്കിലാണ് വീഴ്ച വന്നിട്ടുള്ളത്? ഏറ്റവും പ്രധാനമായിട്ട് അരവിന്ദ് കെജ്രിവാളിനെ ബാക്ക് ചെയ്തിട്ടുള്ളത് OBC വോട്ട് ബാങ്ക് ഉണ്ട്, ബാക്ക്വേർഡ് ക്ലാസ് ഉണ്ട്, അതായത് ദളിത് വിഭാഗങ്ങളുണ്ട്, പിന്നാക്ക ജാതികളുണ്ട്, ദളിത് വിഭാഗങ്ങളുണ്ട്, മുസ്ലിം ന്യൂനപക്ഷമുണ്ട്. ഇതാണ് ഏറ്റവും നല്ല വോട്ട് ബാങ്ക് എന്ന് പറയുന്നത്. അതേസമയം അപ്പർ കാസ്റ്റ് വോട്ടറാണ് എപ്പോഴും BJPക്ക് ഗുണം ചെയ്തിരിക്കുന്നത്. BJP അതുകൊണ്ട് നമ്മൾ നോക്കിയാലറിയാം 2008 BJPയുടെ വോട്ട് പെർസെൻറ്റേജ് എത്രയാണെന്നറിയാമോ? 36%. പിന്നെ അങ്ങോട്ടേക്ക് വരുമ്പം 2020 ഏറ്റവും അവസാനം 39%. ഇപ്പോൾ അവരത് വർദ്ധിപ്പിച്ചിട്ട് എത്രയാണ് വന്നിരിക്കുന്നത്? 45 അല്ലേ, 45% അടുത്താണ് വന്നിരിക്കുന്നത് BJPയുടെ വോട്ട് പെർസെൻറ്റേജ്. അതെ, അപ്പോൾ 45.56 ആണ്. 7% അവർ വർദ്ധിപ്പിച്ചിട്ടുണ്ട്. അപ്പം 39 നിന്ന് 45 അല്ലെങ്കിൽ 46 അടുപ്പിച്ചുള്ള വർധനവ് അവർ ഉണ്ടാക്കിയിട്ടുണ്ട്. 43% ഇവർ താഴെ പോകുന്നുണ്ട്. പ്രശ്നം എന്താണെന്ന് വെച്ചാൽ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 2020 നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 12 സീറ്റുകളാണ് SC SC STയിൽ ഉള്ളത്. സംവരണ സീറ്റുകൾ എന്ന് പറയുന്നത് 12 സീറ്റുകളാണ്. ഈ 12 സീറ്റുകളിലും ജയിച്ചതാരാണ്? ആം ആദ്മി പാർട്ടിയാണ്. ആം ആദ്മി പാർട്ടി ഒറ്റയ്ക്ക് ഈ 12 സീറ്റുകൾ നേടി. ഇപ്രാവശ്യം അതിനകത്ത് നഷ്ടം വന്നിരിക്കുന്ന എത്ര സീറ്റാണ്? 7 സീറ്റോളം BJP നേടി. അവിടെ 7 സീറ്റ് BJP അവിടെ നേടുകയും 5 സീറ്റിലേക്ക് പിന്നെ അരവിന്ദ് കെജ്രിവാളിൻ്റെ പാർട്ടി കൂപ്പുകുത്തുകയും ചെയ്തു. അല്ലെങ്കിൽ 5 സീറ്റ് അവരവിടെ നിലനിർത്തി എന്ന് പറയാം. അപ്പോൾ OBC വോട്ടിലേക്കുള്ള ഒരു വലിയ ഇൻറോഡ് അവർക്ക് ഉണ്ടാക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. ഇനി മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ വിചാരിക്കേണ്ട കേട്ടോ, മുസ്ലിം ന്യൂനപക്ഷം ഇപ്രാവശ്യവും കൂടെ നിന്നിരിക്കുന്നത് പിന്നെ ആം ആദ്മി പാർട്ടിയുടെ ഒപ്പം തന്നെയാണ്. അതായത് ഈ പിന്നാക്ക വിഭാഗങ്ങളിൽ ഒരു വിഭാഗവും ന്യൂനപക്ഷ വിഭാഗങ്ങളും കൂടി, അതായത് മുസ്ലിം വോട്ട് കൂടി ചേർന്നത് കൊണ്ടാണ് യഥാർത്ഥത്തിൽ ഇങ്ങനെ ഒരു പെർഫോമൻസ് നടത്താനായിട്ട് ആം ആദ്മി പാർട്ടിക്ക് കഴിഞ്ഞത്. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇപ്രാവശ്യം ഏറ്റവും കൂടുതൽ ശ്രദ്ധയോടെ BJP ചെയ്തത് ഈ പിന്നാക്ക ജാതി വിഭാഗങ്ങൾക്കിടയിലേക്കുള്ള ഒരു ഇൻറോഡ് ഉണ്ടാക്കുക എന്നുള്ളതാണ്. ഞാൻ അതിനൊരു കാര്യം പറയാം. 30 സീറ്റുകളിൽ ഈ SC ST വോട്ട് വളരെ പ്രധാനമാണ്. ഈ 30 സീറ്റുകൾ ഐഡൻറ്റിഫൈ ചെയ്യുന്നു. എന്നിട്ട് എന്താണെന്നറിയാവോ പിന്നെ അവിടെ BJP ചെയ്തത് SC സ്വാഭിമാൻ എന്നൊരു പ്രോജക്റ്റ് ഉണ്ടാക്കി. SC സ്വാഭിമാൻ എന്ന് പറഞ്ഞിട്ട് ഈ 30 സീറ്റുകളിലും ഏതാണ്ട് 3500ഓളം ദളിത് പിന്നാക്ക നേതാക്കളെ കൊണ്ട് ഈ 30 സീറ്റുകളിൽ ക്യാമ്പയിൻ നടത്തി അവിടെ ക്ലസ്റ്റേഴ്സ് ഉണ്ടാക്കി. ഒന്ന് ആലോചിച്ച് നോക്കണം എത്ര ആസൂത്രിതമായിട്ടാണ് ഈ പ്രവർത്തനം എന്നുള്ളത്. ആ 30 സീറ്റുകളിൽ SC ST ഇങ്ങോട്ടേക്ക് സ്വാധീനിക്കാൻ വേണ്ടിയിട്ട് SC സ്വാഭിമാൻ എന്ന് പറഞ്ഞ പ്രോജക്റ്റ് കഴിഞ്ഞ് ഒരു 6-7 മാസമായിട്ട് BJP നടത്തി. അതിൻ്റെ ഗുണം BJPക്ക് ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ്. ഇനി മറ്റൊരു കാര്യമുണ്ട്. അവിടെ BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ പറഞ്ഞൊരു കാര്യമുണ്ട്. 2024 തെരഞ്ഞെടുപ്പിൻ്റെ റിസൾട്ട് എടുത്ത് വെച്ചിട്ട് ഞങ്ങളൊന്ന് പഠിച്ചപ്പോഴത്തേക്കും 54 സീറ്റുകളിൽ ഞങ്ങൾക്ക് വിജയമുണ്ട്. 54 നിയമസഭാ സീറ്റുകളിൽ ഞങ്ങൾക്ക് വിജയമുണ്ട്. ഒരു 3 സീറ്റുകളിൽ നെക്ക് ആൻഡ് നെക്കാണ്. അപ്പം ഞങ്ങൾ എന്ത് ചെയ്തു? ഈ 57 സീറ്റുകളെ കോൺസെൻട്രേറ്റ് ചെയ്തുകൊണ്ട് പ്രവർത്തിച്ചു എന്നുള്ളതാണ്. അങ്ങനെ പ്രവർത്തിക്കുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ അതൊക്കെ വളരെ പ്രൊഫഷണൽ ആയിട്ടുള്ള രീതികളാണ്. അപ്പം ഈ പറയുന്ന OBC വോട്ടിലേക്ക് ഇൻറോഡ് ഉണ്ടാക്കുന്നു. അതേപോലെ തന്നെ ഓരോ ജയിക്കാൻ സാധ്യതയുള്ള മണ്ഡലങ്ങളിൽ വിവിധ വിഭാഗങ്ങൾ ചേർത്ത് ക്ലസ്റ്റേഴ്സ് ഉണ്ടാക്കുന്നു. RSS വലിയ രീതിയിൽ ഓർഗനൈസ്ഡ് ആയിട്ടുള്ള ക്യാമ്പയിൻ നടത്തുന്നു. 50,000 ഡ്രോയിങ് റൂം മീറ്റിംഗ്സ് അവർ നടത്തുന്നു. ഈ രീതിയിൽ വളരെ ഓർഗനൈസ്ഡ് ആയിട്ട് BJP അവിടെ വർക്ക് ചെയ്തിട്ടുണ്ട്. പ്ലസ് ഈ പറയുന്ന ആൻറ്റി ഇൻകംബൻസി അടക്കമുള്ള എല്ലാ ഘടകങ്ങളും നെഗറ്റീവായപ്പോൾ നിശ്ചയമായിട്ടും ആം ആദ്മി പാർട്ടിക്ക് തിരിച്ചടി ഉണ്ടായിട്ടുണ്ട്. ഒരു കാര്യത്തിന് നമുക്ക് കൂടി മറുപടി പറയണമല്ലോ. ഈ അനൈക്യം കൊണ്ടാണ് ഇത് തോൽക്കുന്നതെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ 2% ഉയർച്ച ഉണ്ടായിട്ടുണ്ട്. യഥാർത്ഥത്തിൽ കോൺഗ്രസിന് 4% നിന്ന് 6% കോൺഗ്രസ് ഉയർന്നിട്ടുണ്ട്. പക്ഷേ 10% വോട്ടാണ് ആം ആദ്മി പാർട്ടിയുടെ പോയിരിക്കുന്നത് എന്നുള്ളതാണ്. ആം ആദ്മി പാർട്ടി, അതുകൊണ്ടാണ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞത്, ആം ആദ്മി പാർട്ടി ഒറ്റയ്ക്ക് നോക്കുകയായിരുന്നു ചെയ്തത്. അല്ലാതെ മറ്റാരെങ്കിലും കയറിയിട്ട് അവരെ തോൽപ്പിക്കുകയല്ല. ഒരു സ്പോയിലർ ഇഫക്റ്റ്. കോൺഗ്രസ് ഏറ്റവും മോശപ്പെട്ട പ്രകടനം കാഴ്ചവെച്ചെന്ന് വിചാരിക്കുന്ന ഒരാളാണ് ഞാൻ അവിടെ ഡൽഹിയിൽ. കാരണം എന്ന് വെച്ചാൽ ഒറ്റയ്ക്ക് മത്സരിക്കുമ്പം ഒരു ഡബിൾ ഡിജിറ്റിലേക്ക് അവർ എത്തണമായിരുന്നു. ഒരു 11, 12, 13% എത്തിയിരുന്നു എങ്കിൽ നമുക്ക് പറയാം കോൺഗ്രസ് ഒരു സ്പോയിലറായി, കോൺഗ്രസ് അവിടെ നശിപ്പിച്ചു. ഈവൻ 8% മുകളിൽ പോയാൽ പോലും വലിയൊരു നേട്ടമാണ്. നമ്മൾ എന്താ കൺക്ലൂഡ് ചെയ്തതും അങ്ങനെയാണ്. അതെ, എത്തിയാൽ അതൊരു സ്പോയിലർ. ഇവിടെ ഒരു കണക്ക് പറയുന്നത് എന്താ പറയുക, നമ്മൾ അതോട് വിസ്തരിച്ച് പോകണല്ലോ. ഇപ്പോൾ ഡൽഹി പിന്നെ മണ്ഡലത്തിൽ, ന്യൂഡൽഹി മണ്ഡലത്തിൽ അരവിന്ദ് കെജ്രിവാൾ തോക്കുന്ന എത്ര വോട്ടിനാണ്? 4089 വോട്ടിനാണ്. അതേസമയം അവിടെ സന്ദീപ് ദീക്ഷിത് പിടിക്കുന്ന എത്ര വോട്ടാണ്? 4568 വോട്ട്. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്കും ആ വോട്ട് ഇവർ ഒരുമിച്ച് നിന്നിരുന്നുവെങ്കിൽ പിന്നെ ആം ആദ്മി പാർട്ടിക്ക് കിട്ടുമായിരുന്നല്ലോ? ഇല്ല, കിട്ടില്ല. കാരണം എന്നറിയോ, കഴിഞ്ഞ പ്രാവശ്യത്തെ ആം ആദ്മി പാർട്ടിയുടെ ഭൂരിപക്ഷം എത്രയാണെന്നറിയോ? കെജ്രിവാളിന്റെ ഭൂരിപക്ഷം എത്രയാണെന്നറിയോ? 21,697. 21,697. അതിനകത്ത് ഇനിയിപ്പോൾ 4000, 5000 വോട്ട് കോൺഗ്രസ് പിടിച്ചുകൊണ്ട് പോയി എന്ന് വിചാരിക്കാം. അങ്ങനെയാണ് ബാക്കി 16,000 പോയി. 16,000 വോട്ട് അവിടെ പോയി. ഇനി കൽക്കാജി എടുത്തോ. കൽക്കാജിയിൽ 3521 വോട്ടിന് ജയിച്ചല്ലോ ആദിഷി. അവിടെ അൽക്കാലാമ്പയ്ക്ക് എത്ര കിട്ടിയത്? 4392 വോട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അൽക്കാലാമ്പ 4392 വോട്ട് പിടിക്കുകയാണെങ്കിൽ കൽക്കാജിയിൽ ആദിഷി തോക്കണം.
നോക്കണ്ടേ? അങ്ങനെ തോറ്റിട്ടില്ലല്ലോ. അപ്പോൾ യഥാർത്ഥത്തിൽ കോൺഗ്രസ് അവിടെ ഒരു സ്പോയിലർ എഫക്റ്റ് കാണിച്ചിട്ടില്ല. കോൺഗ്രസ് പെർഫോം ചെയ്തിട്ടില്ല. 2% വോട്ടിൻ്റെ വ്യത്യാസമേ അവർക്ക് ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുള്ളൂ. ഒറ്റ കാര്യം കൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം, 1 മിനിറ്റ് മതി. അതായത് ഞാൻ വിചാരിക്കുന്നത് കോൺഗ്രസും ആം ആദ്മി പാർട്ടിയും ഒരുമിച്ച് നിന്നിരുന്നു എങ്കിൽ യഥാർത്ഥത്തിൽ ഇത്രയും റിസൾട്ട് ഉണ്ടാക്കാൻ കഴിയില്ല എന്നാണ്. അതിൻ്റെ ഒരു കാര്യം ഞാൻ പറയുന്നത്, ആം ആദ്മി പാർട്ടിക്ക് എതിരായി വോട്ട് ചെയ്യുന്ന ആളുകളാണല്ലോ കോൺഗ്രസിലേക്ക് വോട്ട് കൊടുക്കുന്നത്. യഥാർത്ഥത്തിൽ ആ ആം ആദ്മി പാർട്ടിക്ക് എതിരായിട്ട് കോൺഗ്രസിലേക്ക് വോട്ട് കൊടുക്കുന്ന ആളുകൾ ഇവർ തമ്മിൽ ഒന്നിച്ചു ചേർന്നാൽ ആ വോട്ട് എങ്ങോട്ടാണ് പോവുക? യഥാർത്ഥത്തിൽ BJPയിലേക്ക് പോകുമായിരുന്നു. ഞാൻ വിചാരിക്കുന്നത് ഈ പറയുന്ന അലയൻസ് ഫോർമേഷൻ ഉണ്ടാവുമായിരുന്നെങ്കിൽ 52% എങ്കിലും ലോക്സഭ ആവർത്തിക്കും. ലോക്സഭ ആവർത്തിച്ചാൽ ഈ പറഞ്ഞ കറക്റ്റ് 55 സീറ്റ് കറക്റ്റാണ്. അവരതാണ് പ്രതീക്ഷിച്ചിരുന്നത്. ആ അർത്ഥത്തിൽ കോൺഗ്രസും ആം ആദ്മി പാർട്ടി അവിടെ യോജിക്കാതിരുന്ന ഒരർത്ഥത്തിൽ BJPക്ക് വിനയായി എന്ന് വിചാരിക്കുന്ന ഒരാളാണ് ഞാൻ. എന്തായാലും ഈ പറയുന്ന BJPയുടെ വിജയം എന്ന് പറയുന്നത് ആഫ്റ്റർ 27 years ഇറ്റ്സ് എ ഫോർമിഡബിൾ വിക്ടറി, ഒരു സംശയമില്ല. നല്ല രീതിയിൽ പ്രവർത്തിച്ച് വളരെ ആസൂത്രിതമായി നേടിയെടുത്തൊരു വിജയം തന്നെയാണ്. ആം ആദ്മി പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം വലിയൊരു വീഴ്ച വന്നു എന്ന് ഞാൻ വിചാരിക്കുന്നില്ല. സീറ്റിൽ ഓഫ് കോഴ്സ് ആ നമ്പറിൽ ഒരു വലിയ വീഴ്ച വന്നിട്ടുണ്ടെങ്കിൽ പോലും വോട്ട് പെർസെൻറ്റേജിൽ അവർക്ക് നന്നായി തന്നെ അവർ ഫൈറ്റ് ചെയ്തിട്ടുണ്ട്. ആഫ്റ്റർ 10 years ഒരു പാർട്ടി നന്നായി ഫൈറ്റ് ചെയ്തു എന്നുള്ളത് ചെറിയൊരു കാര്യമായിട്ട് ഞാൻ കാണുന്നില്ല. അതുകൊണ്ട് അനൈക്യമൊന്നുമല്ല യഥാർത്ഥത്തിൽ ഈ ആം ആദ്മി പാർട്ടിയുടെ വീഴ്ചയ്ക്ക് കാരണം, മറിച്ച് ആം ആദ്മി പാർട്ടിയോടുള്ള വലിയ എതിർപ്പ് ഡൽഹിയിലെ ഒരു വലിയ വിഭാഗം ജനങ്ങൾക്കുണ്ടായി. അതിന് വഴിമരുന്നിടാനായിട്ട് ഒരു കാര്യം പറഞ്ഞാൽ ഞാൻ സമയം എടുത്തെന്നറിയാം. ഈ ഫ്രീ ബീസ് ആണല്ലോ ഏറ്റവും പ്രധാനപ്പെട്ട പരിപാടിയായിരുന്നത്. ഈ തെരഞ്ഞെടുപ്പിലേക്ക് പോകുന്നതിന് മുമ്പ് തന്നെ 2 ഫ്രീ ബീസ് നടപ്പാക്കി കൊടുത്തു കേന്ദ്ര സർക്കാർ. ഒന്ന് ഇൻകം ടാക്സിൻ്റെ കാര്യത്തിലും 2 8ാം ശമ്പള പരിഷ്കരണ കമ്മീഷൻ്റെ കാര്യത്തിലും. ആ രീതിയിൽ കൂടി പണിയെടുത്തുകൊണ്ട് ഡൽഹിക്ക് വേണ്ടി തന്നെ ഒരു ബജറ്റ് അവതരിപ്പിച്ചുകൊണ്ടുകൂടി BJP ഈ വോട്ടിനെ ഈ പറയുന്ന തെരഞ്ഞെടുപ്പിനെ മാനേജ് ചെയ്തിട്ടുണ്ട് എന്നാണ് എൻ്റെ വിലയിരുത്തൽ. ഞാൻ ആം ആദ്മി പാർട്ടിയെ എന്നും കണക്കാക്കുന്നത് ഒരു പൊളിറ്റിക്കൽ NGO എന്ന രീതിയിലാണ്. 2 കാര്യങ്ങൾ ഞാൻ പറയാം. ഒന്ന്, ഇത് അനൈക്യമാണോ ഈ തോൽവിക്ക് കാരണം എന്നുള്ള ചോദ്യത്തിൻ്റെ ഉത്തരം പറയാം. 2, എന്തായിരുന്നു BJPയുടെ വിജയിച്ച തന്ത്രം എന്നുള്ളതിൻ്റെ ഒരു കാഴ്ചപ്പാടും അവതരിപ്പിക്കാം. ആദ്യഘട്ടത്തിൽ അനൈക്യമാണോ കാരണം എന്ന ചോദ്യത്തിന് തീർച്ചയായിട്ടും അനൈക്യമല്ല എന്ന് തന്നെയാണ് എൻ്റെ ടേക്ക്. ഞാൻ പറഞ്ഞത് 8% മുകളിലേക്ക് കോൺഗ്രസ് വോട്ട് വിഹിതം വർദ്ധിപ്പിക്കുകയാണെങ്കിൽ അതൊരു സ്പോയിലർ എഫക്റ്റ് ആകാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ്. പക്ഷേ ദയനീയമായി 2.1% മാത്രമാണ് കോൺഗ്രസിന് കഴിഞ്ഞ തവണത്തെ അപേക്ഷിച്ച് വോട്ട് വിഹിതം വർദ്ധിപ്പിക്കാൻ സാധിച്ചത്. ഞാൻ ആ കണക്കുകളിലേക്ക് വരാം. എന്തുകൊണ്ടാണ് അനൈക്യമല്ല ആം ആദ്മി പാർട്ടിയെ തോൽപ്പിച്ചത്? ആം ആദ്മി പാർട്ടിയെ തോൽപ്പിച്ചത് BJPയുടെ തന്ത്രങ്ങൾ തന്നെയാണ്. ആം ആദ്മി പാർട്ടിയുടെ ദൗർബല്യം, ഒപ്പം തന്നെ BJPയുടെ വിജയിച്ച 5 പ്രധാനപ്പെട്ട തന്ത്രങ്ങളുണ്ട്. ഒരു പഞ്ചതന്ത്രങ്ങൾ എന്ന് ഞാൻ വിശേഷിപ്പിക്കുന്നു. ഞാൻ അതിലേക്ക് വരാം. അതിന് മുൻപ് എന്താണിത് അനൈക്യമല്ല എന്ന് പറയാനുള്ള കാരണം 4 പ്രധാനപ്പെട്ട ആർഗ്യുമെൻറ്റുകൾ. ഒന്ന്, ഇത്തവണ 13 ഇടങ്ങളിലാണ് ഭൂരിപക്ഷത്തേക്കാൾ ഈ പറയുന്ന AMMനോ അതല്ലെങ്കിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിലെ സ്ഥാനാർത്ഥികളോ വോട്ട് പിടിച്ചിട്ടുള്ളത്. അതിൽ ഏറ്റവും ശ്രദ്ധേയമായ 13 മണ്ഡലങ്ങൾ. അതായത് അനൈക്യമായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത്. ഐക്യത്തോടു കൂടിയാണ് ആം ആദ്മി പാർട്ടിയും കോൺഗ്രസും മറ്റു പാർട്ടികളും മത്സരിച്ചിരുന്നത്. ഇതൊരു BJP വേഴ്സസ് ആം ആദ്മി പാർട്ടി ഡയറക്റ്റ് ഫൈറ്റ് ആയിരുന്നുവെങ്കിൽ പരമാവധി ആം ആദ്മി പാർട്ടിക്ക് കിട്ടാൻ സാധ്യതയുള്ളത്, അതായത് ഇപ്പോൾ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിലേക്ക് കൺവേർട്ട് ചെയ്തിരിക്കുന്ന വോട്ടുകൾ കൂടി ആം ആദ്മി പാർട്ടിക്ക് കിട്ടുകയാണെങ്കിൽ പരമാവധി കിട്ടുമായിരുന്നത് 13 സീറ്റുകളാണ്. കാര്യം BJPയും ആം ആദ്മി പാർട്ടിയും തമ്മിലുള്ള ഭൂരിപക്ഷ വ്യത്യാസം 13 സീറ്റുകളിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നേടിയ വോട്ടുകളേക്കാൾ കുറവാണ്. അതാണ് അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ അങ്ങനെ വന്നാൽ പോലും അത് ഒരിക്കലും സംഭവിക്കില്ല. കാരണം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും ആം ആദ്മി പാർട്ടിക്കും സംഘടനാപരമായി അവിടെ ഒരുമിച്ച് പ്രവർത്തിച്ചാൽ കഴിഞ്ഞ ലോക്സഭയിലെ തിരഞ്ഞെടുപ്പ് ആവർത്തിക്കുമെന്ന് വിശ്വസിക്കുന്നയാളാണ് ഞാൻ. അതുകൊണ്ട് വേർതിരിഞ്ഞു മത്സരിച്ചു. പക്ഷേ വേർതിരിഞ്ഞു മത്സരിച്ചിട്ടും 13 സീറ്റുകളിൽ മാത്രമാണ് ആ രീതിയിൽ നഷ്ടമുണ്ടാക്കാൻ സാധിച്ചത്. അങ്ങനെ ഒരുമിച്ച് മത്സരിച്ചിരുന്നുവെങ്കിൽ ആ 13 സീറ്റുകൾ കൂടെ കിട്ടിയാലും പരമാവധി 35 സീറ്റുകളെ ആവൂ. പക്ഷേ അപ്പോഴും കേവല ഭൂരിപക്ഷത്തിന് 36 സീറ്റ് വേണം എന്നുള്ളതാണ്. അതൊരു പ്രധാനപ്പെട്ട കണക്ക്. രണ്ടാമത്തത്, 65 സീറ്റുകളിൽ ഈ കോൺഗ്രസിന് കെട്ടിവെച്ച കാശ് നഷ്ടപ്പെട്ടു. ആകെയുള്ള 70 സീറ്റുകളിൽ 65 സീറ്റുകളിലും കോൺഗ്രസിന് കെട്ടിവെച്ച കാശ് നഷ്ടപ്പെട്ടു എന്ന് പറയുമ്പോൾ കോൺഗ്രസ് അവിടെ അണ്ടർ പെർഫോമർ ആയിരുന്നു. സ്പോയിലറായിട്ട് ഒന്ന് ഞെരങ്ങാൻ പോലും കോൺഗ്രസിന് സാധിച്ചിട്ടില്ല എന്നുള്ളതാണ്. ഞാനൊരു എക്സാമ്പിൾ പറയാം. അതാണ് 3ാമത്തെ റീസൺ, മുസ്തഫാബാദ് മണ്ഡലം. ആ മുസ്തഫാബാദ് മണ്ഡലത്തിന്റെ റീസൺ പറയുന്നതിന് മുൻപ് എന്തുകൊണ്ടാണ് അനൈക്യത്തിന് ഇതിൽ ഒരു റോളില്ലെന്ന് പറയാനുള്ള കാരണം നോക്കൂ. മുസ്ലിം മണ്ഡലങ്ങളെ കേന്ദ്രീകരിച്ച് ഞാൻ കഴിഞ്ഞ തവണയും പറഞ്ഞതാണ്, മുസ്തഫാബാദ് മണ്ഡലം ആവർത്തിക്കുകയാണെങ്കിൽ അത് ആം ആദ്മി പാർട്ടിക്ക് വിനയും. പക്ഷേ മുസ്തഫാബാദ് പ്രതിഭാസമല്ല ഇവിടെ ആവർത്തിച്ചത്. മുസ്തഫാബാദിൽ തീർച്ചയായിട്ടും വോട്ടുകൾ സ്പ്ലിറ്റ് ആയിട്ടുണ്ട്. അവിടെ സ്പ്ലിറ്റ് എങ്ങനെയാണ് സംഭവിച്ചിരിക്കുന്നത് നോക്കൂ. മുസ്തഫാബാദ് എന്ന് പറയുന്നത് ഡൽഹിയിലെ 7 മുസ്ലിം ഭൂരിപക്ഷ മണ്ഡലങ്ങളിൽ ഏറ്റവും നിർണായകമായ മണ്ഡലമായിരുന്നു മുസ്തഫാബാദ്. 7 മണ്ഡലങ്ങളിൽ 7ലും ആം ആദ്മി പാർട്ടി പരാജയപ്പെട്ടാൽ
അനേകം വിനയായി എന്ന് നമുക്ക് പറയാം. കാരണം അവിടെ മുസ്ലിം വോട്ടുകളുടെ പിന്തുണ കാലങ്ങളായി കിട്ടിക്കൊണ്ടിരിക്കുന്നത് ആം ആദ്മി പാർട്ടിക്കാണ്. 7 വിജയിച്ചു 2020. പക്ഷേ ആ 7 6 നിലനിർത്താൻ ആം ആദ്മി പാർട്ടിക്ക് സാധിച്ചു. അങ്ങനെ ആ മുസ്ലിം ഭൂരിപക്ഷ മണ്ഡലങ്ങളായ 7 മണ്ഡലങ്ങൾ, അതിൽ പ്രധാനപ്പെട്ട മാട്യാമഹൽ, ബെല്ലിമാറൻ, സീലാംപൂർ, അതേപോലെ ചാന്ദിനി ചൗക്ക്, ഓഖ്ല, ഈ 6 ഇടങ്ങളിലും ആം ആദ്മി പാർട്ടിക്ക് വിജയിക്കാൻ സാധിച്ചു. മുസ്തഫാബാദ് മണ്ഡലത്തിൽ മാത്രമാണ് ആം ആദ്മി പാർട്ടിക്ക് വലിയ പരാജയം നേരിടേണ്ടി വന്നത്. ആ കണക്കാണ് യഥാർത്ഥത്തിൽ അനൈക്യമാണോ തോൽപ്പിച്ചത് എന്ന ചോദ്യത്തിന് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനേക്കാൾ അവിടെ സ്പോയിലർ ആയത് അസദുദ്ദീൻ ഒവൈസിയാണ്. മുസ്തഫാബാദ് മണ്ഡലം എടുത്തു നോക്കൂ. അവിടെ മോഹൻ സിംഗ് ബിഷ്ടിന് 17,570 വോട്ടിന്റെ ഭൂരിപക്ഷമാണ് കിട്ടിയത്. അവിടെ അസദുദ്ദീൻ ഒവൈസിയുടെ പാർട്ടി പിടിച്ച വോട്ട് എത്രയാണെന്നറിയാമോ? അസദുദ്ദീൻ ഒവൈസിയുടെ പാർട്ടി പിടിച്ചത്, താഹിർ ഹുസൈൻ പിടിച്ചത് 33,474 വോട്ടാണ്. അതായത് ഭൂരിപക്ഷം കിട്ടിയ 17,000-ന്റെ ഇരട്ടിയോളം അസദുദ്ദീൻ ഒവൈസി പിടിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ അവിടെ അസദുദ്ദീൻ ഒവൈസിയാണ് സ്പോയിലർ ആയിരിക്കുന്നത് മുസ്തഫാബാദ് മണ്ഡലം. ഞാൻ വിശ്വസിക്കുന്നു മുസ്തഫാബാദ് മണ്ഡലത്തിൽ അസദുദ്ദീൻ ഒവൈസി സ്ഥാനാർത്ഥിയെ നിർത്തിയില്ലായിരുന്നെങ്കിൽ അവിടെ ആം ആദ്മി പാർട്ടി ഈസി ആയിട്ട് വിജയിച്ചു വരുമായിരുന്നു. കാര്യം ആ വോട്ട് ക്ലിയർലി ട്രാൻസ്ലേറ്റ് ചെയ്യുന്ന ആം ആദ്മി പാർട്ടിക്ക്. കാര്യം ഇതേ ഫിനോമിന എവിടെ ആവർത്തിച്ചു? ഓഖ്ലയിൽ ആവർത്തിച്ചു. അവിടെ അമാനത്തുള്ള ഖാൻ ജയിക്കുന്നു, അവിടെ സീലാപൂരിൽ വരുന്നു, ചാന്ദിനി ചൗക്കിൽ വരുന്നു. അങ്ങനെയാണെങ്കിൽ മുസ്തഫാബാദ് മണ്ഡലത്തിലും അസദുദ്ദീൻ ഒവൈസി സ്ഥാനാർത്ഥിയെ നിർത്തിയില്ലായിരുന്നെങ്കിൽ ആ വോട്ടുകൾ തീർച്ചയായിട്ടും ആം ആദ്മി പാർട്ടിയിലേക്ക് കൺവേർട്ട് ചെയ്യുമായിരുന്നു. അവിടെയും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനേക്കാൾ സ്പോയിലർ ആയിരിക്കുന്നത് അസദുദ്ദീൻ ഒവൈസിയുടെ പാർട്ടിയാണ്. ഇതാണ് മൂന്നാമത്തെ പ്രധാനപ്പെട്ട കാര്യം. 4ാമത്തെ പ്രധാനപ്പെട്ട ഘടകമാണ് അക്കാഡമിക്കലി നമ്മൾ നോക്കിയാൽ 4 പ്രധാനപ്പെട്ട വർഗ കേന്ദ്രങ്ങളിൽ ആം ആദ്മി പാർട്ടിക്ക് വോട്ട് കുറവ് സംഭവിച്ചിട്ടുണ്ട്. അതായത് ഒരേപോലെ കാസ്റ്റ് ഇക്വേഷൻസ് ആം ആദ്മി പാർട്ടിക്ക് വിനയായിട്ടുണ്ട്. ക്ലാസ് ഇക്വേഷൻസ് എങ്ങനെ വിനയായിരിക്കുന്നത്? ഡൽഹിയെ നമ്മൾ ഒന്ന് പുവറസ്റ്റ്, പുവർ, മിഡിൽ, അതേപോലെ റിച്ച് എന്നിങ്ങനെ 4ആയിട്ട് ഡിവൈഡ് ചെയ്തോളൂ. ഇതിപ്പോൾ ദ ഹിന്ദു പത്രത്തിൽ CSDSന്റെ റിപ്പോർട്ടുകളെ വെച്ചുകൊണ്ടൊരു മനോഹരമായ ക്ലാസിഫിക്കേഷൻ ഉണ്ട്. ആ ക്ലാസ് നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ ദില്ലിക്ക് ആം ആദ്മി പാർട്ടിക്ക് ദില്ലിയിൽ ഏറ്റവും കൂടുതൽ ഹോൾഡ് ഉണ്ടായിരുന്ന മേഖല ഏതാണ്? റിച്ച് മേഖലയല്ല. റിച്ചിൽ എപ്പോഴും BJPക്ക് ഒരു മുൻതൂക്കമുണ്ട്. കാര്യം അവിടെ ചാർട്ടേഡ് അക്കൗണ്ടന്റ്, ഈ പറയുന്ന ഡോക്ടർമാർ, അഡ്വക്കേറ്റ്, അഭിഭാഷകർ, അവിടെയുള്ള മുതിർന്ന പത്രപ്രവർത്തകർ, അങ്ങനെ ഡൽഹിയിലെ അപ്പർ ക്ലാസ്സിന് മേൽ BJPക്ക് എല്ലാ കാലത്തും ഒരു ഹോൾഡ് ഉണ്ടായിരുന്നു. മിഡിൽ ക്ലാസ്സും ലോവർ മിഡിൽ ക്ലാസ്സുമായിരുന്നു എപ്പോഴും ആം ആദ്മി പാർട്ടിയുടെ ടേക്ക് അവേ. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാവട്ടെ ഈ പുവറസ്റ്റ് കമ്മ്യൂണിറ്റിക്കിടയിലാണ്. അപ്പോൾ സാധാരണ വിഭാഗങ്ങൾക്കിടയിൽ, ഏറ്റവും ദരിദ്രജന വിഭാഗങ്ങൾക്കിടയിൽ ആം ആദ്മി പാർട്ടിയുടെ വോട്ട് ചോർച്ച നമ്മളൊന്ന് പരിശോധിക്കുന്നതായിരിക്കും. അതാണ് ഏറ്റവും രസകരമായ കാര്യം. അതാണ് അനൈക്യമല്ല കാരണമെന്ന് പറയാനുള്ള കാരണം. കഴിഞ്ഞ തവണ 56.5% ഉണ്ടായിരുന്ന ആം ആദ്മി പാർട്ടിയുടെ വോട്ട് പെർസെൻറ്റേജ് പൂറസ്റ്റ് വോട്ട് മേഖലകളിൽ, ഏറ്റവും ദരിദ്രമായ ചേരി മേഖലകളിൽ 56%, അതായിരുന്നു ഏറ്റവും ഹയസ്റ്റ് ഉണ്ടായിരുന്നത്. ഏറ്റവും കുറവുണ്ടായിരുന്നതാവട്ടെ റിച്ച് മേഖലയിലാണ്, 37% മാത്രമാണ് ഉണ്ടായിരുന്നത്. അവിടെ കണക്ക് പറയുന്നത് 8.2% ഇടിവുണ്ടായിരിക്കുന്നു എന്നുള്ളതാണ്. അതായത് ഏറ്റവും ദരിദ്ര മേഖലകളിൽ പോലും ആം ആദ്മി പാർട്ടി കഴിഞ്ഞ തവണ മികച്ച പ്രകടനം കാഴ്ചവെച്ച മേഖലകളിൽ ആം ആദ്മി പാർട്ടി ഇത്തവണ മോശം പെർഫോമൻസ് ആണ് കാഴ്ചവെച്ചിരിക്കുന്നത്. 8.2% ഇടിവ്. പക്ഷേ ഭേദപ്പെട്ടതാണ് കേട്ടോ. നിലവിൽ ആം ആദ്മി പാർട്ടിക്ക് കൂടുതൽ വോട്ട് കൊടുത്തിരിക്കുന്നത് പൂറസ്റ്റ് മേഖലയാണെങ്കിൽ പോലും ആ ഡിപ്പ് അവിടെയുണ്ട്. അത് ആം ആദ്മി പാർട്ടിക്ക് തടഞ്ഞു നിർത്താൻ കഴിഞ്ഞില്ല. പൂർ മേഖലകളിൽ, ദരിദ്ര മേഖലകളിൽ, താഴെത്തട്ട് മുതൽ ലോവർ മിഡിൽ ക്ലാസ്സിലേക്ക് വന്നാൽ അവിടെയും 11.3% ഡിപ്പ് കുറവുണ്ടാവുന്നു ആം ആദ്മി പാർട്ടിക്ക്. മിഡിൽ ക്ലാസ്സിലേക്ക് വന്നാൽ അവിടെയാണ് ഏറ്റവും കുറവ് ഡിപ്പ് ഉണ്ടായിരിക്കുന്നത്. അതാണ് അതിലെ കൗതുകകരമായ കണക്ക്. 51% ആയിരുന്നത് 45% ആയിരിക്കുന്നു. 6% കുറവേ ആം ആദ്മി പാർട്ടിക്ക് അവിടെ ഉണ്ടായിട്ടുള്ളൂ. പക്ഷേ അതൊരു മൾട്ടിപ്ലയർ എഫക്റ്റ് ഉണ്ടാക്കുമെന്നാണ് എൻ്റെ കാഴ്ചപ്പാട്. കാരണം അവിടെ ഒരു ഡോക്ടറുടെയോ അഭിഭാഷകൻ്റെയോ ചാർട്ടേഡ് അക്കൗണ്ടന്റിൻ്റെയോ ഏതെങ്കിലും ഒരു ബിസിനസ് കമ്മ്യൂണിറ്റിയുടെ വോട്ട് എന്ന് പറയുന്നത് ഒരൊറ്റ വോട്ടായിട്ട് കണക്കാക്കരുത്. ഞാനിതിനെ റെഫേർഡ് പബ്ലിക് എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞാൽ അവർക്ക് സ്വാധീനശേഷിയുള്ള ആൾക്കാരാണ്. ഒരു വോട്ട് അവിടെ നിന്ന് മാറിയാൽ അവരെ ചുറ്റിപ്പറ്റി നിൽക്കുന്ന വിഭാഗങ്ങളുടെ ഏകദേശം 10 വോട്ട് മാറും എന്നുള്ളതാണ്. ആ മൾട്ടിപ്ലയർ ഇഫക്റ്റ് അവിടെ ഉണ്ടാക്കുന്നത്. അതാണ് മിഡിൽ ക്ലാസ്സിനെ നിങ്ങൾ ടാർഗറ്റ് ചെയ്യുമ്പോൾ മിഡിൽ ക്ലാസ്സിനോടൊപ്പം ലോവർ ക്ലാസ്സും താഴേക്ക് ഈ വോട്ട് ബാങ്കിൻ്റെ ഗ്രൂപ്പിലേക്ക് വരുന്നു എന്നുള്ളതാണ്. അപ്പോൾ മിഡിൽ ക്ലാസിൻ്റെ കാര്യത്തിൽ മാറ്റം ഉണ്ടാകുന്നു. റിച്ച് കമ്മ്യൂണിറ്റിക്കിടയിലാവട്ടെ 12% കുറവുണ്ടാകുന്നു. അപ്പോൾ ചുരുക്കത്തിൽ ഏറ്റവും കൂടുതൽ നഷ്ടമുണ്ടാക്കിയിരിക്കുന്നത് റിച്ച് കമ്മ്യൂണിറ്റിക്കിടയിലും മിഡിൽ ക്ലാസ്സിലും അതേപോലെ ലോവർ മിഡിൽ ക്ലാസ്സിലുമാണ്, പൂറസ്റ്റിലും ഉണ്ടായിരിക്കുന്നു. അപ്പോൾ വർഗ്ഗഭേദങ്ങൾ കൂടാതെ ദില്ലിയിലെ വോട്ടർമാർ അവർ ദരിദ്രരാണെങ്കിലും ലോവർ മിഡിൽ ക്ലാസ് ആണെങ്കിലും മിഡിൽ ക്ലാസ് ആണെങ്കിലും അപ്പർ മിഡിൽ ക്ലാസ് ആണെങ്കിലും റിച്ച് ആണെങ്കിലും ആം ആദ്മി പാർട്ടിയിൽ നിന്ന് അകന്നിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പം മിഡിൽ ക്ലാസിൻ്റെ ഒരു ഇഫക്റ്റ് അവിടെ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ അത് മറ്റു മേഖലകളിൽ കൂടി ഉണ്ട്. അതുകൊണ്ടാണ് ഇതൊരു അനൈക്യത്തിൻ്റെ വിഷയമേ
തന്നെയല്ല, ഇത് അടിസ്ഥാനമായി BJP ആവിഷ്കരിച്ച് നടപ്പിലാക്കിയ തന്ത്രത്തിൻ്റെ ഫലമാണ് എന്ന് തന്നെയാണ് ഞാൻ പറയുക. എന്താണ് ആ തന്ത്രങ്ങൾ? 2 മിനിറ്റിൽ ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കാം. 5 പ്രധാനപ്പെട്ട കാര്യങ്ങൾ നമ്മൾ പരിശോധിക്കണം. ഒന്ന്, ഈ തെരഞ്ഞെടുപ്പിൽ BJPക്ക് ഒരൊറ്റ മുഖമേ ഉണ്ടായിരുന്നുള്ളൂ. വീണ്ടും താൻ ഇലക്ടറൽ പവർ ഹൗസ് ആണെന്ന് തെളിയിക്കുകയാണ് നരേന്ദ്രമോദി. വൺസ് അഗെയിൻ നരേന്ദ്രമോദി തന്നെയാണ് ഈ തെരഞ്ഞെടുപ്പിലെ BJPയുടെ ക്യാമ്പയിൻ ലീഡർ. അദ്ദേഹം തന്നെയാണ് ഈ തെരഞ്ഞെടുപ്പിൽ ആദ്യഘട്ടം മുതൽ അവസാന നിമിഷം വരെയും ദില്ലിയിൽ ക്യാമ്പയിൻ ഇറങ്ങിയിരിക്കുന്നത്. അരവിന്ദ് കെജ്രിവാൾ വേഴ്സസ് മോദി എന്നുള്ളതാണ്. അപ്പോൾ ദില്ലി മേ മോദി, ദിൽ മേ മോദി എന്ന നിലയിലേക്ക് ഒരിക്കൽ കൂടി താനൊരു ഇലക്ടറൽ പവർ ഹൗസ് ആണ് എന്ന് നരേന്ദ്രമോദി തെളിയിക്കുന്നു എന്നുള്ളതാണ്. നരേന്ദ്രമോദിയുടെ ഇലക്ഷൻ സ്ട്രാറ്റജി വിജയിക്കുന്നു. രണ്ടാമത്തത്, ഇതൊരു പ്രതിച്ഛായ യുദ്ധമാണ്. നോക്കൂ, അടിസ്ഥാനമായി ഞാൻ സൂചിപ്പിച്ചതുപോലെ ഒരു പൊളിറ്റിക്കൽ NGO ആയ ആം ആദ്മി പാർട്ടിയുടെ കരുത്ത് എന്തായിരുന്നു? ക്രൂസേഡർ അഗെയിൻസ്റ്റ് കറപ്ഷൻ, അഴിമതിക്കെതിരെയുള്ള പോരാട്ടം നടത്തിയ, മഫ്ലർ ചുറ്റിയ, വാഗണാറിൽ വന്നിറങ്ങുന്ന ഒരു സാധാരണക്കാരനായ ലീഡർ എന്നൊരു പ്രതിച്ഛായയെ, അഴിമതിയുടെ കറ പുരളാത്ത ലീഡർ എന്നൊരു പ്രതിച്ഛായ നശിപ്പിക്കണമായിരുന്നു. അതിന് കോൺഗ്രസിന്റെ ഗവർണർ തന്നെ കയ്യിലിട്ടുകൊടുത്ത മദ്യനയ അഴിമതി കേസ് വളരെ നന്നായി BJP ഉപയോഗിച്ചു. എല്ലാവിധ ഇൻസ്റ്റിറ്റ്യൂഷൻ ഉപയോഗിച്ചുകൊണ്ടും മനീഷ് സിസോദിയെ, സത്യേന്ദ്ര ജെയിനെ, അരവിന്ദ് കെജ്രിവാളിനെ ജയിലിൽ അടയ്ക്കുമ്പോൾ, അരവിന്ദ് കെജ്രിവാൾ ജയിലുള്ളിൽ കിടന്ന് ഭരണം നടത്തുമ്പോൾ അത് കൊടുത്ത മെസ്സേജ് ഇതാ, അഴിമതി വിരുദ്ധനായ പ്രതിച്ഛായുള്ള നേതാവ് അഴിമതിയുടെ പേരിൽ തുറുങ്കിലടയ്ക്കപ്പെട്ടിരിക്കുന്നു. ഒടുവിൽ അദ്ദേഹം ഒരു പ്രസംഗം നടത്തുന്നുണ്ട്. ആദ്യം ജാമ്യത്തിൽ ഇറങ്ങുമ്പോൾ, ഞാൻ ജനങ്ങളുടെ അടുത്തേക്ക് പോയി റഫറൻഡം നടത്തും, ആ റഫറൻഡത്തിനു ശേഷം തിരികെ നിങ്ങൾ എന്നെ ജയിലിലേക്കാണോ അയക്കുന്നതെങ്കിൽ ഞാൻ സന്തോഷത്തോടെ സ്വീകരിക്കും എന്നാണ് അരവിന്ദ് കെജ്രിവാൾ പറഞ്ഞത്. അപ്പോൾ ഒരു പ്രതിച്ഛായ ഫൈറ്റ് അവിടെ BJP കാഴ്ചവെച്ചു. അത് വിജയിച്ചു എന്ന് വേണം മനസ്സിലാക്കാൻ. അത് BJPയുടെ തന്ത്രപരമായ നീക്കമായിരുന്നു. ഇതിന് മറ്റൊരു ഇഫക്റ്റ് കൂടിയുണ്ട്. ഈ ഫൈറ്റിൽ യഥാർത്ഥത്തിൽ ആം ആദ്മി പാർട്ടിയുടെ സംഘടനയെ ഉലയ്ക്കാൻ BJPക്ക് സാധിച്ചു. RSS ആവട്ടെ വളരെ ഒരു കൂളിംഗ് പീരീഡിലാണ് ഈ തെരഞ്ഞെടുപ്പിനെ വളരെ ആത്മവിശ്വാസത്തോടു കൂടി നേരിട്ടതെങ്കിൽ ആം ആദ്മി പാർട്ടി നേരിട്ടത് അങ്ങനെയല്ല, സംഘർഷഭരിതമായ അന്തരീക്ഷത്തിലാണ്. അതുകൊണ്ട് ആം ആദ്മി പാർട്ടിയുടെ ഡോർ ടു ഡോർ ക്യാമ്പയിനുകൾ പലപ്പോഴും അരവിന്ദ് കെജ്രിവാൾ അഴിമതി വിരുദ്ധനാണ് എന്ന് പ്രതിച്ഛായ സൃഷ്ടിക്കാൻ ശ്രമിച്ചു. മദ്യനയത്തിൽ അദ്ദേഹത്തിന് റോളുകളൊന്നുമില്ല എന്നത് പറയാനാണ് ശ്രമിച്ചതെങ്കിൽ RSS അതേസമയം ഗവേണൻസിൻ്റെ മോഡൽ അവതരിപ്പിച്ചുകൊണ്ടാണ് ഡോർ ടു ഡോർ ക്യാമ്പയിൻ നടത്തിയത്. അപ്പോൾ ചുരുക്കത്തിൽ ഈ ആം ആദ്മി പാർട്ടിയുടെ സംഘടനാ ശക്തിയെ ഉലയ്ക്കാൻ ഈ അരവിന്ദ് കെജ്രിവാളിൻ്റെ ജയിൽവാസത്തിന് സാധിച്ചു. അത് തീർച്ചയായിട്ടും അഴിമതി വിരുദ്ധ പ്രതിച്ഛായയുള്ള അരവിന്ദ് കെജ്രിവാളിനുമേൽ ശക്തമായ ഒരു ആഘാതമായിട്ടാണ് മദ്യനയ അഴിമതി കേസ് വരുന്നത്. മൂന്നാമത്തെ പ്രധാനപ്പെട്ട ഫാക്ടർ ഭരണപരാജയം ചൂണ്ടിക്കാണിച്ചു. നോക്കൂ, വളരെ തന്ത്രപരമായിട്ടാണ് BJP സ്ട്രാറ്റജി നെയ്തെടുത്തത്. ഒരു കാരണവശാലും മൊഹല്ല ക്ലിനിക്കിലേക്ക് ശ്രദ്ധിച്ചില്ല, ഒരു കാരണവശാലും സ്കൂളുകളിലേക്ക് പോയില്ല, പകരം യമുനയിലേക്ക് ഫോക്കസ് ചെയ്തു, ഡ്രിങ്കിംഗ് വാട്ടറിലേക്ക് ഫോക്കസ് ചെയ്തു. ഇത് രണ്ടും ക്ലിക്കായി എന്ന് വേണം കരുതാൻ. ഇന്ന് തന്നെ നരേന്ദ്രമോദി നടത്തിയ പ്രസംഗത്തിൽ പറയുന്നത് യമുനാജി അനുഗ്രഹിച്ചു എന്നാണ് പറയുന്നത്. അവസാനം 5 തവണ ആ യമുനയാണ് ഈ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും നിർണായകമായ ഘടകം എന്ന് പറയുന്നത്. ആൻഡ് പോയിന്റ് നമ്പർ 5, 5ാമത്തെ ഘടകം, ഈ തെരഞ്ഞെടുപ്പിൽ BJP എവിടെയെങ്കിലും ഹിന്ദുത്വം പ്രയോഗിച്ചിട്ടുണ്ടോ? എവിടെയെങ്കിലും തീവ്ര ഹിന്ദുത്വത്തിന്റെ ഒരാശയവും നരേന്ദ്രമോദി പ്രയോഗിച്ചില്ല എന്നുള്ളതാണ്. കാരണം കൃത്യമായിട്ടറിയാം, ഹിന്ദുത്വ ആശയം പ്രചരിപ്പിക്കുകയാണെങ്കിൽ അതിന്റെ പാതി ഇഫക്റ്റ് ആം ആദ്മി പാർട്ടിക്കും കിട്ടും. അതുകൊണ്ട് തന്നെ ഹിന്ദുത്വ പ്രചരണ ആശയങ്ങളിൽ നിന്ന് BJP പാർട്ടി വിട്ടുനിൽക്കുകയും നരേന്ദ്രമോദിയുടെ പ്രതിച്ഛായയും ആം ആദ്മി പാർട്ടിയുടെ പ്രതിച്ഛായയും ആം ആദ്മി പാർട്ടിയുടെ ഭരണ ഗവേണൻസിന്റെ മോഡലിനെയുമാണ് അറ്റാക്ക് ചെയ്യാൻ ശ്രമിച്ചത്. അത് വിജയം കണ്ടു എന്ന് വേണം മനസ്സിലാക്കാൻ. ഇതാണ് യഥാർത്ഥത്തിൽ ആം ആദ്മി പാർട്ടിയെ പരാജയത്തിലേക്ക് തള്ളിവിട്ടത്, അനൈക്യമല്ല എന്നത് തന്നെയാണ് എൻ്റെ ടേക്ക്. പാർവതി, അനൈക്യമാണോ പരാജയപ്പെടുത്തിയത്? ഒരിക്കലുമല്ല. ആപ്പ് ഫ്ലോപ്പ് ആയതിന് കാരണം കോൺഗ്രസ് ആണ് എന്ന് പറയുന്നതിനോട് ഒരു തരത്തിലും യോജിക്കാൻ കഴിയില്ല. ആപ്പിൻ്റെ ഒരു കുറച്ചുകൂടി ഉണ്ണിസാറിൻ്റെ കുറച്ച് കട്ടിവാക്കുകളൊക്കെ നമ്മൾ കടമെടുക്കുകയാണെങ്കിൽ സ്വയം കൃതാനർത്ഥം എന്നാണ് ആപ്പിൻ്റെ ഈ തിരിച്ചടിയെ വിശേഷിപ്പിക്കേണ്ടത്. അവർ തന്നെ വരുത്തിവെച്ച കുഴിയിലേക്ക് അവർ തന്നെ പോയി വീഴുകയായിരുന്നു. അതായത് ജീവിതാവസാനം വരെ തനിക്ക് ഡൽഹി മുഖ്യമന്ത്രിയായിരിക്കാം എന്ന തരത്തിലുള്ള ഒരു അഹന്തയിലേക്ക്, ഒരു അരഗൻസിലേക്ക് അരവിന്ദ് കെജ്രിവാൾ പോയിരുന്നു. അതാണ് തന്നെ ജയിപ്പിച്ചു വിട്ട ആളുകളിലേക്ക് പോലും എത്തിച്ചേരാൻ, അല്ലെങ്കിൽ അവർക്ക് എത്തിച്ചേരാൻ കഴിയാത്തവണ്ണം റീച്ച് ഔട്ട് ചെയ്യാൻ പറ്റാത്ത ഒരു നേതാവായി അരവിന്ദ് കെജ്രിവാൾ മാറി എന്നുള്ളതാണ് 2018 മുതൽ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുക. ആദ്യഘട്ടത്തിൽ, അതായത് 2013 ഫസ്റ്റ് ടൈം വരുമ്പോൾ, അപ്പോൾ ഈ പാർട്ടി രൂപീകരിച്ച് അധികം സമയമായിട്ടില്ല. ഡൽഹി കോൺസ്റ്റിറ്റ്യൂഷൻ ക്ലബ്ബിൽ 2012 നവംബർ 26 ആം ആദ്മി പാർട്ടി രൂപീകരിക്കുന്നത്. അപ്പോൾ പ്രൊഫഷണൽസിൻ്റെതായ ഒരു സംഘം അത് ഡൽഹിയിലാകെ മാറ്റം കൊണ്ടുവരാൻ പോകുന്നു. ആ ഒരു ക്യാമ്പയിൻ അത് വളരെ നന്നായി തന്നെ ജനങ്ങൾ വിശ്വസിച്ചു, അവരത് ഉൾക്കൊണ്ടു. അങ്ങനെയാണ് 27 സീറ്റുകൾ, അതായത് 2012 നവംബർ 26 രൂപീകരിച്ച ഒരു പാർട്ടിക്ക് 2013 അധികാരത്തിൽ എത്താൻ പറ്റുകയാണ്. ചുരുങ്ങിയ ദിവസങ്ങളാണ്, 2 മാസത്തിൽ പൂർണ്ണമായും 2 മാസം ഇല്ല എങ്കിൽ പോലും 49 ദിവസം മാത്രമാണ് അധികാരത്തിലേറാൻ കഴിഞ്ഞതെങ്കിൽ പോലും ഇത്രയും ചുരുങ്ങിയ സമയം കൊണ്ട് ഒരു സർക്കാർ ഉണ്ടാക്കിയെടുക്കാൻ കഴിഞ്ഞ മറ്റൊരു പാർട്ടി നമുക്ക് ഇത്രയും ചുരുങ്ങിയ സമയം, ആ ദിവസങ്ങൾ കൂടി നമ്മൾ നോക്കണം, അങ്ങനെ മറ്റൊരു പാർട്ടിക്ക് സാധിച്ചിട്ടില്ല. ബാക്കിയുള്ളവരൊക്കെ കുറച്ചുകൂടി സമയമെടുത്താണ് അധികാരത്തിലേക്ക് വന്നിട്ടുള്ളത്. അപ്പോൾ അങ്ങനെയുള്ള ആം ആദ്മി പാർട്ടിക്ക് അന്ന് കൊടുത്ത 27 സീറ്റ് എന്ന മാൻഡേറ്റ് പോലും ഇത്തവണ ഡൽഹി കൊടുത്തിട്ടില്ല എങ്കിൽ അത് സ്വയം കൃതാനർത്ഥം തന്നെ.
തന്നെയാണ്. വിശ്വസിച്ച് തങ്ങളുടെ ഹൃദയത്തിലേക്ക് അവർ എടുത്തു വെച്ചതാണ് അരവിന്ദ് കെജ്രിവാളിനെയും ആം ആദ്മി പാർട്ടി എന്ന പുതിയ രാഷ്ട്രീയ രൂപത്തെയും. എന്നാൽ അതൊരു കെട്ടുകാഴ്ചയായിരുന്നു. അതിൽ ഈ വാഗ്ദാനങ്ങൾ ആദ്യഘട്ടത്തിൽ മാത്രം നടപ്പാക്കാനുള്ളതും പിന്നീട് അങ്ങോട്ട് തങ്ങളുടെ ഇഷ്ടപ്രകാരം പണമുണ്ടാക്കാനായുള്ള വഴിയായ രാഷ്ട്രീയത്തെ ഉപയോഗിക്കുക എന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോവുകയും ചെയ്തു എന്നത് ജനങ്ങൾ തിരിച്ചറിഞ്ഞുകൊണ്ടാണ് BJP ഇത്ര വലിയൊരു നേട്ടത്തിലേക്ക് എത്താൻ സാധിച്ചത്. മാത്രമല്ല, നേരത്തെ നിങ്ങളൊക്കെ സൂചിപ്പിച്ചതുപോലെ BJP കൃത്യമായി അവിടെ ആസൂത്രിതമായി തന്നെ അവിടെ ക്യാമ്പയിൻ നടത്തിയിട്ടുണ്ട്. ഏതൊരു പൊളിറ്റിക്കൽ പാർട്ടിയെയും പോലെ കോൺഗ്രസ് അത്രയ്ക്ക് ഒരു വിജയത്തിലേക്ക് എത്താനായിട്ടുള്ള ശ്രമങ്ങൾ കാര്യമായി അവിടെ നടത്തിയിട്ടുമില്ല എന്നുള്ളത് വ്യക്തമാണ്. അവിടെ ആം ആദ്മി പാർട്ടിയുമായി സഖ്യത്തിലേക്ക് പോയാൽ നില മെച്ചപ്പെടുമായിരുന്നോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങനെ നില മെച്ചപ്പെടാനുള്ള ഒരു സാഹചര്യം ദില്ലിയിൽ ഉണ്ടായിരുന്നു എന്ന് ഞാൻ 1% പോലും കരുതുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് സഖ്യത്തിലായാൽ രണ്ട് കൂട്ടർക്കും മെച്ചമില്ല. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സഖ്യത്തിലായിട്ട് 7 സീറ്റ് എന്ന് പറയുന്നത് BJPയുടെ കയ്യിൽ തന്നെ. അതെ, 2014-ലും 2019-ലും കണ്ട ജനവിധി തന്നെയാണ് 2024-ലും ദില്ലിയിൽ കണ്ടത്. അപ്പോൾ ആ 7 സീറ്റുകൾ എന്ന് പറയുന്നത് BJPക്ക് ഇൻടാക്റ്റായി നിൽക്കുകയാണ്. മാത്രമല്ല 2019-ൽ കിട്ടിയതിനേക്കാൾ ഭൂരിപക്ഷം, അതായത് പെർസെൻറ്റേജ് ഓഫ് വോട്ട്സ് അടക്കം അവർക്ക് കൂട്ടിക്കൊണ്ടുവരാൻ സാധിക്കുന്നു 2024-ൽ. അത് വെച്ചുകൊണ്ടുള്ള കൃത്യമായ സ്ട്രാറ്റജി മഹാരാഷ്ട്രയിലാകട്ടെ, ഹരിയാനയിലാകട്ടെ, ഡൽഹിയിലാകട്ടെ എല്ലായിടത്തും ലോക്സഭാ സീറ്റുകളിൽ നിന്ന് നിയമസഭാ സീറ്റിലേക്കുള്ള കമ്പാരിസൺ കൃത്യമായി ആ താരതമ്യ പഠനം കൃത്യമായി നടത്തിക്കൊണ്ട് തന്നെയാണ് BJP അവരുടെ ഒരു ഇലക്ഷനിയറിംഗ് നടത്തിയത് എന്നതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. മാത്രമല്ല ഈ ഗ്രൗണ്ട് വർക്ക് അത് മഹാരാഷ്ട്രയിലും ഹരിയാനയിലും ഒപ്പം ഡൽഹിയിലും വളരെ സൈലൻ്റായി RSSന്റെ മെക്കാനിസം പ്രവർത്തിച്ചിട്ടുമുണ്ട്. അത് ഈ വിസിബിളായി പുറത്തേക്ക് വന്ന് ഞങ്ങൾ ഇത് ചെയ്യുന്നു, ഞങ്ങൾ ഇങ്ങനെയുള്ള യോഗങ്ങൾ സംഘടിപ്പിക്കുന്നു, ഈ കോർണർ ഡ്രോയിങ് റൂം മീറ്റിംഗ്സിനെ പറ്റി പോലും ഉണ്ണിസാർ അടക്കം അറിയുന്നത് ഈ എക്സിറ്റ് പോളുകൾ വരുന്നതിൻ്റെ ഒരു 2-3 ദിവസങ്ങൾക്ക് മുൻപ് മാത്രമാണ്. അപ്പോൾ മാത്രമാണ് മാധ്യമങ്ങൾക്ക് പോലും ആ വിവരം ചോർന്നു കിട്ടുന്നത്. അത്രത്തോളം രഹസ്യാത്മക സ്വഭാവം സൂക്ഷിച്ചുകൊണ്ട് ഈ സ്വയം സേവകരെ എല്ലായിടങ്ങളിലേക്കും വിന്യസിച്ചുകൊണ്ട് അങ്ങനെയൊരു മെഷീനറി ഉണ്ട്. ആ മെഷീനറിയാണ് BJPക്ക് നഷ്ടമുണ്ടായപ്പോൾ വളരെ ആക്റ്റീവായി തന്നെ പ്രവർത്തിച്ചത്. അത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നേരിട്ട സീറ്റെണ്ണങ്ങളിൽ നേരിട്ടിട്ടുള്ള ആ ഒരു തിരിച്ചടിക്ക് പിന്നാലെ തുടങ്ങിയതാണ്. അത് ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ സംസ്ഥാനങ്ങളിൽ മാത്രമല്ല, ഇനി തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുന്ന സംസ്ഥാനങ്ങളിലും സെയിം മെഷീനറിയാണ് അത് ആക്ഷനിലേക്ക് പോകുന്നത്. അത് നിങ്ങൾക്ക് കണ്ടെത്താൻ കഴിയുന്നതിനെയല്ലേ തടയാൻ കഴിയൂ. അതായത് പൊതുയോഗങ്ങൾ ഉണ്ടാകില്ല, റാലികൾ ഉണ്ടാകില്ല. എന്നാൽ കൃത്യമായി എന്താണോ എത്തിക്കേണ്ട സന്ദേശം അത് കൃത്യമായി ഇരുചവി അറിയാതെ എത്തിയിരിക്കും എത്തേണ്ട ഇടത്ത്. അതാണ് ഡൽഹിയിൽ സംഭവിച്ചിരിക്കുന്നത്. ആ ഒരു മെക്കാനിസത്തിൻ്റെ വിജയമാണ് അവിടെ ഉണ്ടായിരിക്കുന്നത്. അമിത്ഷാ പറഞ്ഞൊരു വാചകം ദില്ലിയുടെ ഹൃദയത്തിൽ നരേന്ദ്രമോദി എന്നുള്ളതാണ്. അത് ഏറെക്കുറെ ശരിവെക്കുന്ന ഒരു തെരഞ്ഞെടുപ്പ് ഫലമാണ്. കാരണം അരവിന്ദ് കെജ്രിവാൾ കൊടുത്ത വാഗ്ദാനങ്ങളിൽ പാലിക്കപ്പെടാതെ പോയ വാഗ്ദാനങ്ങളും പാലിച്ച വാഗ്ദാനങ്ങളും അത് രണ്ടും നമ്മളൊന്ന് കാറ്റഗറൈസ് ചെയ്യുകയാണെങ്കിൽ ജനങ്ങൾക്ക് കുറേ സൗജന്യങ്ങൾ അല്ലെങ്കിൽ അവരുടെ ജീവിത നിലവാരത്തിൽ മെച്ചം കൊണ്ടുവരുന്നതിനായി അവർക്ക് കയ്യിൽ കൂടുതൽ പണം കയ്യിലിരിക്കുന്ന രീതിയിൽ കുറേ സാധനങ്ങൾ, അവർക്ക് സേവനങ്ങൾ സൗജന്യമായി ലഭിക്കുന്നു. അതേസമയം അവരുടെ കുഞ്ഞുങ്ങളും സ്ത്രീകളും എല്ലാവരും താമസിക്കുന്ന സ്ഥലത്തെ അന്തരീക്ഷം എന്താണ്? ജീവിതാന്തരീക്ഷം എന്ന് പറയുന്നത് വായുമലിനീകരണത്തിൻ്റെ ആശുപത്രിയിലേക്ക് മൊഹല്ല ക്ലിനിക്കുകൾ ധാരാളം സ്ഥാപിച്ചാൽ മാത്രം പോരല്ലോ. ഈ വായുമലിനീകരണത്തിൽ രോഗികളായി ഈ കുഞ്ഞുങ്ങളെയും എടുത്ത് ആശുപത്രിയിലേക്ക് പോകേണ്ടി വരുന്നു സ്ഥിരമായി. എയർ ക്വാളിറ്റി ഇൻഡെക്സ് AQI മെച്ചപ്പെടുത്തുന്നതിനായി കെജ്രിവാൾ കൊണ്ടുവന്ന സംവിധാനങ്ങൾ അത് പരാജയപ്പെടുന്നു, അത് വിമർശന വിധേയമാകുന്നു. അപ്പോൾ ലഫ്റ്റനന്റ് ഗവർണറെ കുറ്റം പറയുന്നു. അങ്ങനെയാണെങ്കിൽ ഞങ്ങൾക്ക് ജീവിക്കാനുള്ള, നമുക്ക് ഏറ്റവും വേണ്ടത് പ്രാണവായുവാണ്, ആ പ്രാണവായു സുരക്ഷിതമാക്കും എന്നുള്ള ഒരു ഉറപ്പ് നരേന്ദ്രമോദിയിൽ നിന്ന് വരുമ്പോൾ അവിടുത്തെ എയർ ക്വാളിറ്റി ഇൻഡെക്സ്, ഇവിടുത്തെ മലിനീകരണ തോത് കുറച്ചു കൊണ്ടുവരും, അതുപോലെ തന്നെ യമുനയെ മാലിന്യമുക്തമാക്കുന്നതിന് ഉള്ള നടപടികളിലേക്ക് കടക്കും എന്നൊക്കെയുള്ള കാര്യങ്ങൾ അപ്പോൾ കേന്ദ്രവും ഡൽഹിയും ചേർന്നുള്ള ആ ഒരു സംയോജിതമായ ഒരു പ്രവർത്തനത്തിലൂടെ അത് സാധ്യമാകൂ എന്നുള്ളത് കെജ്രിവാളിന് ഇത് നടപ്പാക്കാൻ കഴിയാത്തതിലൂടെ ഡൽഹിക്കാർ വിശ്വസിച്ചു എന്നുള്ളതും ഒരു വസ്തുതയാണ്. ഇവിടെ കോൺഗ്രസ് ആപ്പിനെ എന്തുകൊണ്ട് സഹായിക്കണം എന്നുള്ള ഒരു ചോദ്യവും പല ചർച്ചകളിലും എല്ലാവരും ഉയർത്തിക്കണ്ടു. കോൺഗ്രസ് യഥാർത്ഥത്തിൽ പറഞ്ഞ ഒരു മറുപടിയുണ്ട്. ആപ്പിന് വേണ്ടി രക്തം ചിന്തേണ്ട ഒരു പാർട്ടിയൊന്നുമല്ല കോൺഗ്രസ്. കാരണം കോൺഗ്രസിൻ്റെ നമ്മളൊരു വീടിൻ്റെ ഒരു സ്ട്രക്ചറുമായിട്ടാണ് ഡൽഹിയെ കമ്പയർ ചെയ്യുന്നതെങ്കിൽ കോൺഗ്രസിൻ്റെ അസ്ഥിവാരം വരെ ഇളക്കിയെടുത്താണ് ആപ്പ് കൊണ്ടുപോയത്. അങ്ങനെയുള്ള ഒരു പാർട്ടിയെ വളർത്തുന്നതിന് വേണ്ടി കോൺഗ്രസ് എന്തിന് മെഴുകുതിരി പോലെ വീണ്ടും വീണ്ടും ഉരുകിക്കൊണ്ടേയിരിക്കണം? ആ ഒരു ചോദ്യം കോൺഗ്രസ് ചോദിച്ചു തുടങ്ങിയത് നന്നായി എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. കാരണം ഇതുപോലെയുള്ള പ്രാദേശിക പാർട്ടികൾ വളരുന്നതിന് വേണ്ടി കോൺഗ്രസ് എന്ന ദേശീയ പാർട്ടി സ്വയം ക്ഷയിച്ചുകൊണ്ടേ ഇരിക്കുകയാണെങ്കിൽ BJPക്ക് എളുപ്പമാണ്. കോൺഗ്രസ് മുക്ത ഭാരതം എന്ന് പറയുന്ന ലക്ഷ്യത്തിലേക്ക് എത്തുക എന്ന് പറയുന്നത് വളരെ എളുപ്പമാണ്. അതുകൊണ്ട് കോൺഗ്രസ് തങ്ങളുടെ ഒരു എക്സിസ്റ്റൻസിന് വേണ്ടിയാണ് ഇത്തവണ ആം ആദ്മി പാർട്ടിയെ അത്രയും നിശിതമായി വിമർശിച്ചത്. BJP ഉന്നയിച്ച അഴിമതി ആരോപണങ്ങൾ, ശീഷ് മഹൽ അടക്കമുള്ള ആരോപണങ്ങൾ രാഹുൽ ഗാന്ധി അടക്കം എടുത്തു പറഞ്ഞത്. അപ്പോൾ നരേന്ദ്രമോദി, അതായത് എതിർക്കുന്ന പാർട്ടികൾ രണ്ടും ആം ആദ്മി പാർട്ടിക്കെതിരെ ഒരേ കാര്യങ്ങൾ തന്നെ പറയുന്നു എന്നുള്ളത് ജനങ്ങൾക്കിടയിൽ ഒരു വിശ്വാസമുണ്ടാക്കും. ആ കാര്യങ്ങൾ സത്യമാണ്, പറഞ്ഞ കാര്യങ്ങളിൽ വസ്തുതയില്ല എന്ന് പറഞ്ഞുകൊണ്ട് അതിനെ ഖണ്ഡിക്കാൻ കെജ്രിവാളിനോ ആം ആദ്മി പാർട്ടിക്കോ കൃത്യമായി കഴിഞ്ഞിട്ടില്ല എന്നതും ഒരു കാര്യമാണ്. ഇനി ഔദ്യോഗിക വസതി മോടി പിടിപ്പിക്കൽ, ശീഷ് മഹലിലേക്ക് വന്നു കഴിഞ്ഞാൽ അരവിന്ദ്
അരവിന്ദ് കെജ്രിവാൾ ആരാണ്? നിങ്ങളൊക്കെ സൂചിപ്പിച്ചതുപോലെ മഫ്ലർ എന്നുള്ളത് മാറ്റി ഞാൻ മറ്റൊരു പ്രയോഗം, ഒരു ടാഗ് ലൈൻ കൊടുക്കാം. സാധാരണക്കാരൻ്റെ മുഖ്യമന്ത്രിയായിരുന്നു. ആ സാധാരണക്കാരൻ നമ്മളിൽ ഒരാൾ മുഖ്യമന്ത്രിയാകുന്നു. പാവപ്പെട്ട ഏറ്റവും താഴെത്തട്ടിലുള്ള അതിസാധാരണക്കാരായ ദരിദ്രരായ ഒക്കെ മനുഷ്യർ നമ്മളിൽ ഒരാൾ മുഖ്യമന്ത്രിയാകുന്നു, നമ്മളുടെയൊക്കെ തൊട്ടടുത്ത് വന്ന് സംസാരിക്കുന്ന ആളാണ് എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെയുള്ളൊരു മൗത്ത് പബ്ലിസിറ്റി കിട്ടിയ സാധാരണക്കാരൻ്റെ മുഖ്യമന്ത്രി എന്ന ഒരു ടാഗ് ലൈൻ ഉള്ള ഒരാൾ മുഖ്യമന്ത്രി ആയതിനു ശേഷം ഇപ്പോൾ ഇനി 4-ാം ഊഴം കിട്ടുമെന്ന് പറഞ്ഞ് അദ്ദേഹം പ്രചാരണത്തിലേക്ക് ഇറങ്ങുമ്പോൾ ഇതുപോലെ ആളുകൾക്കിടയിലേക്ക് ആക്സസിബിളായി ഇറങ്ങിച്ചെല്ലാൻ അദ്ദേഹത്തിന് കഴിയുന്നില്ല എന്നുള്ള വസ്തുതയും ജനങ്ങൾ അവിടെ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. അവിടെയാണ് ഈ CAG റിപ്പോർട്ട് അടക്കം ഔദ്യോഗിക വസതി മോടി പിടിപ്പിക്കൽ, അതിൽ ആദ്യം പ്രാരംഭ ചെലവുകൾക്കായി ആദ്യം 7.91 കോടി, അത് പണി പൂർത്തിയാകുമ്പോൾ PWD തന്നെ കണക്കനുസരിച്ച് അത് 33.66 കോടിയാണ്. ഇതിൻ്റെയൊക്കെ വിശദമായിട്ടുള്ള CAG റിപ്പോർട്ട്, അതായത് കൊള്ളയുടെയും എല്ലാം കണക്കുകൾ CAG റിപ്പോർട്ട് ആദ്യ നിയമസഭാ സമ്മേളനത്തിൽ തന്നെ വെക്കുമെന്നുള്ളതാണ് BJPയുടെ ഈ തെരഞ്ഞെടുപ്പ് വിജയത്തിന് ശേഷമുള്ള ആദ്യത്തെ പ്രഖ്യാപനം. ആരൊക്കെ കൊള്ളയടിച്ചോ അവർക്കത് തിരികെ നൽകേണ്ടി വരും. സെക്രട്ടേറിയറ്റിലെ ഫയലുകളടക്കം എല്ലാം സീസ് ചെയ്തുകൊണ്ടുള്ള അല്ലെങ്കിൽ എല്ലാം ക്ലോസ് ചെയ്തുകൊണ്ടുള്ള ആക്ഷനിലേക്ക് കടന്നിരിക്കുന്നത് എന്തുകൊണ്ടാണ്? ഇനിയിപ്പോൾ അതിലൊന്നും ഒരു മാറ്റവും വരുത്താൻ കഴിയില്ല. അതായത് അവർ ആക്ഷൻ തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. അരവിന്ദ് കെജ്രിവാൾ ആരാണ്? അരവിന്ദ് കെജ്രിവാൾ ഈ 2020-2025 ടെന്യൂറിൽ എന്താണ് ചെയ്തത് എന്നുള്ളത് കൃത്യമായി പുറത്തേക്ക് വരാൻ പോവുകയാണ്. ഇപ്പോൾ കേസെടുത്തു, അരവിന്ദ് കെജ്രിവാളിനെ പൂട്ടിയിട്ടു, ജനാധിപത്യത്തെ ധ്വംസിച്ചു BJP എന്നൊക്കെ പറയുന്നതിനപ്പുറം കൃത്യമായ അന്വേഷണത്തിലേക്ക് പോകുമ്പോൾ സാധാരണക്കാരൻ്റെ മുഖ്യമന്ത്രിയായി വന്ന മഫ്ലർ ഇട്ട അരവിന്ദ് കെജ്രിവാൾ അവസാന ടേമിലേക്ക്, അതായത് 2020 അധികാരത്തിലെത്തിയതിനു ശേഷം എന്താണ് ചെയ്തത്? ജനങ്ങൾക്ക് വേണ്ടിയായിരുന്നു അദ്ദേഹത്തിൻ്റെ ആക്ഷൻ പ്ലാൻ. ഈ മദ്യനയം അടക്കം അതിലുള്ള ഇടപെടലുകളടക്കം അതിപ്പോൾ കോടതിയിൽ നിൽക്കുന്ന കേസിൻ്റെ കാര്യങ്ങൾ മാത്രമാണ് നമുക്ക് അറിയാവുന്നത്, പുറത്തേക്ക് വന്നിരിക്കുന്നത്. എന്നാൽ സർക്കാർ തലത്തിൽ എന്താണ് നടന്നിട്ടുള്ളത് എന്നത് കൃത്യമായി പരിശോധിക്കാൻ പുതുതായി വരുന്ന സർക്കാരിന് കഴിയും. അതേക്കുറിച്ചുള്ള കൃത്യമായ പരിശോധനകൾ നടക്കുമ്പോൾ എന്താണ് എന്നുള്ളത് രേഖകളായി തന്നെ പുറത്തു വരും. എന്തായാലും വോട്ടെണ്ണലിനെ സംബന്ധിച്ചോളം നമ്മളും ഒരുപാട് ആസ്വദിച്ചു. വളരെ ത്രില്ലിംഗ് ആയിട്ടുള്ള ഒരു ഓരോ റൗണ്ടും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം 9 റൗണ്ട് വരെ ഒരു വാശിയും എത്രയാകും എന്നുള്ളത് ആം ആദ്മി പാർട്ടി തിരിച്ചു വരുമോ എന്നൊക്കെയുള്ളൊരു തോന്നൽ ഉണ്ടാക്കുന്ന തരത്തിലേക്കൊക്കെ പോയെങ്കിലും അവസാനം കൃത്യമായത് ഒരു 10ാമത്തെ റൗണ്ട് ആകുമ്പോഴേക്കും കൃത്യമായി അത് ഫിനിഷ് ഓഫ് ചെയ്യുകയാണ്. ഇതിൽ പ്രധാന റോൾ വഹിച്ച മറ്റൊരാൾ കൂടിയുണ്ട്. കോൺഗ്രസ് സഹായിച്ചില്ല എന്ന് പറയുന്നത് പോലെ യമുനയും സഹായിച്ചിട്ടില്ല. യമുന നദി ഇതിനകത്ത് കൃത്യമായിട്ടുള്ളൊരു റോൾ പ്ലേ ചെയ്തു എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതിൻ്റെ കാരണം ഹരിയാനയിലെ BJP സർക്കാർ യമുനയിൽ വിഷം കലക്കിയെന്നാണ് പറയുന്നത്. അമോണിയം എന്നുള്ളതിന് അമോണിയം എന്ന് പറയാമല്ലോ, അല്ലാതെ പോയിസൺ എന്ന് ഉപയോഗിക്കേണ്ട ആവശ്യമില്ലല്ലോ. അത് വലിയ രീതിയിൽ തിരിച്ചടിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് നരേന്ദ്രമോദി കൃത്യമായി യമുനയ്ക്ക് നന്ദി പറഞ്ഞത്. യമുന നദിയാണ് കൃത്യമായി സഹായിച്ചത്. ആ ഒരു കാര്യം അത് ഒരുപാട് വോട്ട് മറിച്ചിട്ടുണ്ട്. ആപ്പ് ഫ്ലോപ്പായതിൻ്റെ കാരണമാണല്ലോ ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത്. അതിൽ അരവിന്ദ് കെജ്രിവാളിന്റെ തോൽവി, നേരത്തെ ഉണ്ണി സാർ സൂചിപ്പിച്ചതുപോലെ അരവിന്ദ് കെജ്രിവാളിന്റെ തോൽവി എന്ന് പറയുന്നത് ആം ആദ്മി പാർട്ടിയെ ഇരുത്തി ചിന്തിപ്പിക്കേണ്ട ഒരു കാര്യമായിട്ടാണ് ഞാൻ കരുതുന്നത്. അതിൻ്റെ പിന്നിലുള്ള അടിസ്ഥാന കാരണം എന്ന് പറയുന്നത് അരവിന്ദ് കെജ്രിവാൾ ഇല്ലെങ്കിൽ ആം ആദ്മി പാർട്ടി ഇല്ല. ആ ഒരു വ്യക്തിയിൽ മാത്രം കേന്ദ്രീകൃതമായാണ്. പഞ്ചാബിൽ അധികാരത്തിലേക്ക് എത്തി. 2017 പഞ്ചാബിൽ ആദ്യം ഒരു അറ്റംപ്റ്റ് നടത്തുന്നു. 2022 അധികാരം പിടിച്ചെടുക്കാൻ സാധിക്കുന്നു. ഗുജറാത്തിൽ നടത്തിയെങ്കിലും വലിയ രീതിയിൽ വിലപ്പോവില്ല എന്ന് മനസ്സിലായതുകൊണ്ട് തൽക്കാലം അതിനപ്പുറത്തേക്ക് പ്രതീക്ഷിക്കാൻ കഴിയില്ല ഗുജറാത്തിൽ. കാരണം കോൺഗ്രസും BJP വളരെ സ്ട്രോങ് ആയി തന്നെയാണ് ഗുജറാത്തിൽ പൊസിഷൻ എടുത്തിരിക്കുന്നത്. മറ്റിടങ്ങളിലും ശക്തി അറിയിക്കാൻ ശ്രമിക്കുന്നത്. പക്ഷേ അരവിന്ദ് കെജ്രിവാൾ ന്യൂഡൽഹി മണ്ഡലത്തിൽ തോറ്റത് അത് വലിയ ഒരു സംശയം ആളുകളിൽ ഉണ്ടാക്കും. അതായത് ആം ആദ്മി പാർട്ടി എന്ന് പറയുന്ന രാഷ്ട്രീയ സംവിധാനത്തിന് അതിന് എത്രത്തോളം ക്രെഡിബിലിറ്റി ഇനിയുമുണ്ട്. കാരണം ഈ ഓൾറെഡി ഫേസ് ചെയ്യുന്ന കേസുകൾ, ഇപ്പോൾ തന്നെ റിപ്പോർട്ടുകൾ നിയമസഭയിലേക്ക് വെക്കാൻ പോകുന്നു എന്നുള്ള BJPയുടെ പ്രഖ്യാപനം, അരവിന്ദ് കെജ്രിവാളിനെ കൂടുതൽ അടിക്കാനേ എന്തായാലും BJP ശ്രമിക്കുകയുള്ളൂ എന്നുള്ളത് വ്യക്തമാണ്. കാരണം നേരത്തെ പറഞ്ഞതുപോലെ ഈ രണ്ട് പാർട്ടികൾക്കുമിടയിലെ പോളിംഗ്, അതായത് വോട്ടിംഗ് പെർസെൻറ്റേജ് എന്ന് പറയുന്നത് 45.56 and 43.57 ആണ്. അതായത് അത്ര വളരെ വളരെ നാരോ ആണ്. ആ ഒരു മാർജിൻ നിൽക്കുമ്പോഴേക്കും അരവിന്ദ് കെജ്രിവാൾ സ്ട്രൈക്ക് ബാക്ക് ചെയ്യുമോ എന്നുള്ള ഒരു കാര്യം കൂടി വരും. അതുകൊണ്ട് അത് ഒഴിവാക്കുന്നതിനായി എല്ലാ പ്രിക്കോഷൻസും BJP എടുക്കുമെന്നുള്ളത് ഉറപ്പാണ്. അവിടെ ഇപ്പോൾ പരസ്പരം പോരടിച്ച് തോറ്റു എന്ന് അമർ അബ്ദുള്ള പറയുന്നത് ഇങ്ങനെ പരസ്പരം പറയാൻ പാടില്ലായിരുന്നു എന്നുള്ള ഒരു ഗുഡ്വില്ലിലാണ് അദ്ദേഹം പറയുന്നത്. പക്ഷേ അതല്ല ഇവിടുത്തെ കാരണം എന്നുള്ളതാണ് വ്യക്തമായിട്ടുള്ളത്. ഇവിടെ കുറുക്കുവഴികളുടെ രാഷ്ട്രീയം, അതിനി അരവിന്ദ് കെജ്രിവാൾ അല്ല, ആര് ഏത് സംസ്ഥാനത്ത് കൊണ്ടുവന്നാലും അത് അധികകാലം നിൽക്കില്ല എന്നുള്ള കൃത്യമായ ജനവിധി കൂടിയാണ്. ഗുഡ് ഗവേണൻസ് എന്താണ്? ജനങ്ങൾ ആഗ്രഹിക്കുന്ന ഗുഡ് ഗവേണൻസ് എന്ന് പറയുന്നതിൽ വായുവിനും വെള്ളത്തിനും അടക്കം പ്രാധാന്യമുണ്ട്, ഫ്രീബീസ് മാത്രമല്ല എന്നുള്ള കൃത്യമായ മെസ്സേജാണ് ഇത്തവണത്തെ തെരഞ്ഞെടുപ്പ് കൊടുത്തിരിക്കുന്നത് എന്നുള്ളതാണ്. അപ്പോൾ നരേന്ദ്രമോദി പറഞ്ഞ ഒരു വാചകത്തിൽ ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഷോർട്ട് കട്ട് രാഷ്ട്രീയക്കാരെ ജനം കട്ട് ഷോട്ട് ചെയ്തു, ഒരു ഷോർട്ട് സർക്യൂട്ട് കൊടുത്തു. അപ്പോൾ ആ ഷോർട്ട് സർക്യൂട്ട് അടിച്ച് കിടക്കുകയാണ് അരവിന്ദ് കെജ്രിവാളും മനീഷ് സിസോദിയും ഒക്കെ. അതേസമയം അതിഷി ജയിച്ചത് അത് കൃത്യമായിട്ടുള്ളൊരു സൂചനയാണ്. അഴിമതിക്കാരി എന്ന പ്രതിച്ഛായയില്ല. ഒരാളെക്കുറിച്ച് കൂടി പറയാതെ പോയാൽ ശരിയാവില്ല, അത് സ്വാതി മലിവാളാണ്. സ്വാതി മലിവാൾ
കെജ്രിവാളിന്റെ ഒരു ക്യാമ്പയിൻ അത് ഇഫക്റ്റീവായി സ്ത്രീകളിലേക്ക് എത്തിയിട്ടുണ്ട്. 3 ട്രക്കുകളിലാണ് കെജ്രിവാളിന്റെ വീടിന് മുന്നിൽ, ഔദ്യോഗിക വസതിക്ക് മുന്നിൽ സ്വാതി മാലിവാൾ കൊണ്ടുപോയി നഗരത്തിലെ മാലിന്യം തള്ളിയിട്ടത്. ഇതാണ് ഡൽഹിയുടെ അവസ്ഥ എന്ന് പറഞ്ഞ് ഇതിന്റെ ദുർഗന്ധം നിങ്ങളും അറിയൂ എന്ന് പറഞ്ഞുകൊണ്ടുള്ള സ്വാതി മാലിവാളിന്റെ ആ ക്യാമ്പയിൻ. അതോടൊപ്പം ഇന്ന് പാഞ്ചാലി വസ്ത്രാക്ഷേപത്തിന്റെ ചിത്രമാണ് സ്വാതി മാലിവാൾ പങ്കുവച്ചിരിക്കുന്നത്. അന്ന് വിഭവ് കുമാർ കെജ്രിവാളിന്റെ പേഴ്സണൽ സെക്രട്ടറി ആക്രമിച്ചു എന്നുള്ള സ്വാതിയുടെ പരാതിയിൽ കെജ്രിവാൾ വേണ്ട രീതിയിൽ ഇടപെട്ടില്ല, സ്ത്രീപക്ഷത്ത് നിന്നില്ല. അതുകൊണ്ടാണ് നാരി ശക്തി എന്ന് പറയുന്നത് BJPക്ക് അനുകൂലമായി മാറിയത് എന്നുള്ളതാണ്. തോൽപ്പിച്ചത് അനൈക്യമല്ല എന്നതാണ് എൻ്റെ ബോധ്യം. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, കഴിഞ്ഞ 2 പതിറ്റാണ്ടായി, എനിക്കൊന്ന് 3 പതിറ്റാണ്ടായി എന്ന് വേണമെങ്കിൽ പറയാം, അവിടെ ഡൽഹിയിൽ ഒരു ശക്തമായ പ്രതിപക്ഷമില്ലായിരുന്നു. ഇല്ല, ആ പ്രതിപക്ഷത്തിൻ്റെ ചുരുങ്ങിയത് 2015 മുതൽ കഴിഞ്ഞ ഒരു ദശാബ്ദമായി ദില്ലിയിൽ ഒരു പ്രതിപക്ഷമേ ഉണ്ടായിരുന്നില്ല. ഇന്നിപ്പോൾ ശക്തമായൊരു പ്രതിപക്ഷത്തെ കിട്ടിയിരിക്കുന്നു ദില്ലിക്ക് എന്നൊരു പ്രത്യേകത കൂടിയുണ്ട്. 22 സീറ്റുകളുമായി ആം ആദ്മി പാർട്ടി അതീഷിയുടെ നേതൃത്വത്തിൽ നിയമസഭയിൽ ശക്തമായ പ്രതിപക്ഷമായി തീരും. അപ്പോൾ തോൽപ്പിച്ചത് അനൈക്യമോ എന്നാണ് ചോദ്യം. 3 പേരുടെയും അഭിപ്രായം അനൈക്യമല്ല തോൽപ്പിച്ചത്, അത് BJPയുടെ തന്ത്രങ്ങളും ആം ആദ്മി പാർട്ടിയുടെ സ്വയം പരാജയവുമാണ് എന്നാണ്. Meet the editors.